കൂടെ നിങ്ങളുടെ മുമ്പാകെ വചനമായി നിൽക്കാൻ കർത്താവിനെ ഇടയാക്കിയ കൃപയൊക്കെയായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് മലയാളത്തിന്റെ ചെറിയൊരു പരിമിതി എനിക്കുണ്ട്. പക്ഷേ ബട്ട് ഇറ്റ്സ് ഫൈൻ. ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് കൺട്രോൾ. അതുകൊണ്ട് ഇച്ചിരി ഇംഗ്ലീഷും ഇച്ചിരി മലയാളം കൂടെ ആയിരിക്കും. പ്ലീസ് ബെയർ വിത്ത് മീ. മലയാളം ഒരാൾ എനിക്ക് വായിച്ചു തരേണ്ടി വരും. ബട്ട് എനിവേ, കർത്താവാണ് നമ്മളെ എല്ലാം ഇന്ന് യോജിപ്പിച്ച് ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്. ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ്? എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മളൊന്നും ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കയറി വന്നതല്ല, അല്ലേ? നമ്മളെല്ലാം കർത്താവിന്റെ മുൻ പദ്ധതിയിലുള്ളതാ. ഇവിടെയുള്ള ഒരു മനുഷ്യരെ പോലും എനിക്കറിയത്തില്ല. ഫേബർ സിസ്റ്റർ എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലാതെ ഒരാളെ എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ ഒരു പദ്ധതിയാണ്, കർത്താവിന്റെ ഒരു പർപ്പസ് ആണ്, അല്ലെ? അപ്പൊ എല്ലാം കർത്താവ് നന്നായിട്ട് ചെയ്യും നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. ഈ രാവിലെ സമയത്തും നിങ്ങൾ സമയമൊക്കെ കണ്ടുപിടിച്ച് ഈ മീറ്റിങ്ങിന് കൂടിയെന്ന് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കള് ദേശത്തിന്റെ അല്ല, പല രാജ്യങ്ങളിൽ ഇരുന്ന് കർത്താവ് ഒരു ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആ എൻഡ് ടൈം റിവൈവലിന് വേണ്ടി നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് ഓരോ ദിവസം നമ്മളിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സമയങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിച്ച് വെക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും, നമ്മളെ പണിതെടുക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു ഈ വചനം? ഹല്ലേലൂയ. ഞാൻ പ്രിപ്പയർ ചെയ്ത വചനം കർത്താവ് എന്നോട് സംസാരിച്ച കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ എം പെർഫെക്റ്റ് ഇൻ ദിസ് ഫീൽഡ്. അല്ല, ഞാൻ ജസ്റ്റ് ഒരു തുടക്കക്കാരിയാണ്. ഞാനിങ്ങനെ അധികം കർത്താവ് എന്നെ അയക്കുന്നിടത്തൊക്കെ ഞാനിങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഐ എം ജസ്റ്റ് എ വെസൽ ഇൻ ഗോഡ്സ് ഹാൻഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു ഉപകരണമാണ്, അല്ലെ? കർത്താവ് തക്ക സമയത്ത് നമ്മളെ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും കർത്താവ് ചിലപ്പോൾ നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിലൊക്കെ ഇരുന്ന് ഞാൻ വചനം പറയുമെന്ന്. ഞാൻ ഒരിക്കൽ പോലും എന്റെ സ്വപ്നത്തിൽ പോലും കണ്ട വ്യക്തിയല്ല. പക്ഷെ കർത്താവ് എന്നെ കണ്ടു. ഗോഡ് കോൾഡ് മീ. ഹല്ലേലൂയ. ആ ഡിവൈൻ പർപ്പസ് ഭയങ്കരമല്ല, അല്ലെ? ഹല്ലേലൂയ. നമുക്കൊരു വാഞ്ച ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. നമ്മൾ റെഡി ആയാൽ മതി. ഹല്ലേലൂയ. കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സമർപ്പിച്ച് കർത്താവിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ബാക്കി കാര്യം കർത്താവ് ഏറ്റെടുക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആർക്കൊക്കെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റും? ഇഫ് യു വുഡ് പുട്ട് യുവർ വീഡിയോസ് ഓൺ, ദാറ്റ് വിൽ ബി ഗുഡ്. ഹല്ലേലൂയ. ഞാൻ രജിസ്റ്റർഡ് നഴ്സായിട്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. കർത്താവ് തരുന്ന സമയങ്ങളെല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. I submit myself in God's feet. Hallelujah. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് എഫേഷ്യൻസ് ആണ് കർത്താവ് എന്നോട് സംസാരിച്ച ഒരു ബുക്ക്. എഫേഷ്യൻസ്, ഇഫ് യു കം ടു ചാപ്റ്റർ 4, എഫേഷ്യൻസ് 4 and 5, 2 ചാപ്റ്റേഴ്സിൽ നിന്ന് കർത്താവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. എഫേഷ്യൻസ് ചാപ്റ്റർ 4. ആർക്കെങ്കിലും ആ ഹെഡിങ് ഒന്ന് വായിക്കാമോ? There are 2 headings. മോളെ, മലയാളത്തിൽ ഹെഡിങ് ഇല്ല. ഹെഡിങ് ഇല്ല. ഓക്കെ, അത് കുഴപ്പമില്ല. ഞങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളിലെ ഹെഡിങ് ഉണ്ട്. ഒന്നുമില്ല, യൂണിറ്റി. നമ്മൾ ഒരുമിച്ചാണ് വചനം ഇത് ചെയ്യാൻ പോകുന്നത്. ഡോണ്ട് തിങ്ക് എനി ഫോർമാലിറ്റി. നമ്മൾ ഒരുമിച്ചാണ് വചനത്തിൽ കൂടെ പോകുന്നത്, അല്ലെ? ഫോർമാലിറ്റി ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ ഒരുമിച്ചാണ് പോകാൻ പോകുന്നത്. സോ എഫേഷ്യൻസ് ചാപ്റ്റർ 4ന്റെ ഹെഡിങ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉള്ളത് യൂണിറ്റി ആൻഡ് മെച്യൂരിറ്റി ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇൻസ്ട്രക്ഷൻസ് ഫോർ ക്രിസ്ത്യൻ ലിവിങ്. നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ചില കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എന്നെ അധികമായി ചിന്തിപ്പിച്ച കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വി ആർ ഈഗർ ടു ഹിയർ അബൌട്ട് ബ്ലെസ്സിങ്സ്, വി ആർ ഈഗർ ടു ഹിയർ അബൌട്ട് അനുഗ്രഹങ്ങള്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നത്, നീ എന്റെ മുമ്പേ നിൽക്കേണ്ട വരികള്. ഹല്ലേലൂയ. ദ വേ യു ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ഗോഡ്സ് പ്രസൻസ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ക്രമപ്പെടേണ്ട ചില ഭാഗങ്ങളുണ്ട്. അത് നീ ക്രമപ്പെടുത്താൻ വേണ്ടിയുള്ള ആലോചനയാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ എഫേഷ്യൻസ് 4ന്റെ ഫസ്റ്റ് വാക്യം ആർക്കെങ്കിലും വായിക്കാമോ? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം നടക്കുക. ഓക്കെ, അത്രയും മതി. സോ ഫസ്റ്റ് തിങ്, എന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ലിവ് എ ലൈഫ് വർതി ഓഫ് ദ കോളിംഗ് യു ഹാവ് റിസീവ്ഡ്. നിങ്ങളെ വിളിയാലുള്ള അതെന്താണ്? മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാമോ? വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം.
വിളിച്ച വിളിക്ക് യോഗ്യമാംവണ്ണം നടക്കണം. അപ്പം വിളിച്ച വിളിക്ക് യോഗ്യമാംവണ്ണം നടക്കാൻ ആദ്യം നമ്മുടെ വിളി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? കർത്താവ് നമ്മളെ എന്തിനാ വിളിച്ചേക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നാലേ അത് പ്രകാരം നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് 1 Peter 4:10-11 നമ്മൾ ടേൺ ചെയ്യുവാങ്കിൽ 1 Peter 4:10-11. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാവരും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും എന്നേക്കും അവനുള്ളത്. അപ്പൊ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചേക്കുന്ന പ്രത്യേക ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ അത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എല്ലാവരും ഇപ്പൊ വചനം പറയണമെന്ന് പറഞ്ഞാൽ ചിലപ്പം അത് നടക്കണമെന്നില്ല, അല്ലെ? ഗോഡ് ഹാസ് കോൾഡ് us ഫോർ ഡിഫറെന്റ് പർപ്പസ്. എല്ലാവർക്കും വചനം പറയാൻ ചിലപ്പോൾ കയ്യിൽ നിന്ന് വരത്തില്ല. ഇപ്പൊ എല്ലാവർക്കും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സം പീപ്പിൾ ആർ ഗുഡ് ഇൻ സർവിങ്, സം പീപ്പിൾ ആർ ഗുഡ് ഇൻ ഗിവിങ്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും കർത്താവ് ഓരോ കോളിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ അത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഹല്ലേലൂയ. ചിലവർക്ക് ഭയങ്കര ഏർജാണ് കർത്താവിനെ പറ്റി 10 പേരോട് പറയണം, എവിടെ പോയാലും കർത്താവിനെ പറ്റി പറയണമെന്നുള്ള ഒരു ഭയങ്കര ഒരു വാഞ്ച ചിലവരുടെ ഉള്ളിലുണ്ട്. അപ്പം ഈച്ച് വൺ ഇസ് ഡിഫറെന്റ്. ഹല്ലേലൂയ. നമ്മളെല്ലാം കർത്താവ് ഡിഫറെന്റ് ആയിട്ടാണ് കണ്ടേക്കുന്നത്. ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ എല്ലാവരും. ഹല്ലേലൂയ. ഒരു അവയവം it doesn't do the same function as the other. ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഉണ്ട്, ലങ്സിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ഇത് എന്തെങ്കിലും മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും, അല്ലെ? നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, കണ്ണിന്റെ ഫംഗ്ഷൻ കണ്ണ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ ആ ചേർച്ചിന്റെ ഹല്ലേലൂയ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മുടെ കോളിംഗ് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് മനസ്സിലാവണം. നമ്മളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പൊ പ്രസംഗിക്കുന്നുണ്ട്, എനിക്കും അങ്ങനെ പ്രസംഗിക്കണം, ആ ഒരു ചിന്തയെ നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദി അതർ സൈഡ്. നിന്നെ പറ്റി കർത്താവ് ഉദ്ദേശിക്കുന്ന വേറെ വിളി കാണും. ഹല്ലേലൂയ. നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അല്ലെ? കർത്താവിന്റെ വിളി ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ദ കോളിംഗ്. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച വിളി എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് ടു സർവ് അതേഴ്സ്, ഡു ഇറ്റ്. എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരണം. ദിസ് ഷുഡ് ബി അവർ ഇന്റൻഷൻ. ഹല്ലേലൂയ. ലേഡീസ് ആയിരിക്കുന്ന നമ്മൾ പറയണം, കർത്താവെ, ഞാൻ എന്ത് ചെയ്താലും, ഞാൻ സെർവ് ചെയ്താലും, ഞാൻ വചനം പറഞ്ഞാലും, ഞാൻ എൻ്റെ ഹല്ലേലൂയ എൻ്റെ എല്ലാ നടപ്പിലും എൻ്റെ കർത്താവ് മഹത്വം എടുക്കണം. അതായിരിക്കണം നമ്മുടെ അത്യന്ത ലക്ഷ്യം. ഹല്ലേലൂയ. അതാണ് 1 Peter 4 ആ ലാസ്റ്റിൽ കാണുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും, ഹല്ലേലൂയ, ഓൾ തിങ്സ്, എല്ലാ കാര്യത്തിലും ഗോഡ് മേ ബി പ്രൈസ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ടു ഹിം ബി ഗ്ലോറി പവർ ഫോർ എവർ. ഹല്ലേലൂയ. എല്ലാത്തിന്റെ ഫൈനൽ ഇന്റൻഷൻ ഇതായിരിക്കും, കർത്താവെ, അങ്ങയുടെ നാമത്തെ ഉയർത്താനാണ്. ഹല്ലേലൂയ. എൻ്റെ നാമം ഉയരാനല്ല, പ്രിൻസിന്റെ നാമം ഉയരാനല്ല. ഹല്ലേലൂയ. പ്രിൻസിന്റെ നാമം ഉയർന്ന ഇപ്പം ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാം, ഓ, പ്രിൻസിന്റെ മെസ്സേജ് നല്ല മെസ്സേജ് അല്ല, അതുകൊണ്ട് തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദെയർസ് നത്തിങ് മോർ ദാൻ ദാറ്റ്. പക്ഷേ നമ്മൾ പറയണം, കർത്താവെ, അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഒരു വെസലായിട്ട് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. ഐഡന്റിഫൈ യുവർ കോളിംഗ്. ഹല്ലേലൂയ. അത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ. സെക്കൻഡ് തിങ്, ലിവ് അക്കോർഡിംഗ് ടു ദ കോളിംഗ് ഇൻ ഓൾ സിറ്റുവേഷൻസ് ഓഫ് യുവർ ലൈഫ്. ഹല്ലേലൂയ. നമ്മുടെ കോളിംഗ് നമ്മൾ മനസ്സിലാക്കി. അപ്പം കോളിംഗ് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു പ്രയാസം വരുമ്പം നമ്മൾ ആടി ഉലഞ്ഞ് നമ്മുടെ കോളിംഗ് ഒക്കെ വിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനം ഒക്കെ വിട്ട് നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഡീവിയേറ്റ് ആയി പോകും, അല്ലെ? പ്രയാസങ്ങൾ വരുമ്പം ഇറ്റ് ഈസ് എ ഹ്യൂമൻ ടെൻഡൻസി. പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു സൈഡിൽ വിട്ടിട്ട് നമ്മുടെ പ്രയാസത്തെ പറ്റി ആയിരിക്കും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ പോകുന്നത്, അല്ലെ? ഈ പ്രയാസത്തെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കോളിംഗ് ഒക്കെ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കും. ഹല്ലേലൂയ. പക്ഷെ നമുക്കൊരു വാക്യം വായിക്കാം. 1 Corinthians 7:17. If you can read 1 Corinthians 7:17. ആർക്കെങ്കിലും കിട്ടിയോ? എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്.
Okay. Each person should live as a believer in whatever situation the Lord has assigned to them, just as God has called them. Hallelujah. ഏത് സിറ്റുവേഷനിലും ഹാലലൂയ കർത്താവിന്റെ വിളി മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. ഹാലലൂയ. അത് പ്രയാസമുള്ളതായിരിക്കട്ടെ. എവ്രിബഡീസ് ലൈഫ് ഇസ് ഡിഫറെന്റ്. ഹാലലൂയ. ഫേബർ സിസ്റ്റർ കടന്നു പോകുന്ന പ്രയാസം ആയിരിക്കത്തില്ല ഞാൻ കടന്നു പോകുന്നത്. ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെന്റ് സെനാരിയോ. പക്ഷെ ഇവിടെ ഹാലലൂയ പറയുന്നത് വാട്ട് എവർ സിറ്റുവേഷൻ ഇറ്റ് മൈ be, but hallelujah, hallelujah, കർത്താവ് അസൈൻ ചെയ്ത ഏത് സിറ്റുവേഷൻ ആയിരിക്കട്ടെ, പക്ഷെ നമ്മളെ വിളിച്ച വിളി നമ്മൾ മറന്നു പോകില്ല. ഹാലലൂയ. ആ വിളിയിലേക്ക് നമ്മൾ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. എത്ര നമ്മൾ ദൂരെ മാറിപ്പോയാലും we have to come back to that calling of God. Hallelujah. അതാണ് first thing. Live a life worthy of the calling which you have received. Identify your calling and live according to the calling. ഓരോ ദിവസവും ആ കോളിംഗിന് ഹാലലൂയ ആ കോളിംഗിനോട് യോജിക്കുന്ന രീതി നമ്മൾ ജീവിക്കാം. ഹാലലൂയ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ചലിക്കുന്ന ദൈവമാണ്. ഹാലലൂയ. ഹാലലൂയ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ വരും. ഹാലലൂയ. നല്ല കാര്യങ്ങളെ ചോദിച്ചാൽ എത്ര അധികം നമ്മുടെ അപ്പച്ചൻ നമുക്ക് തരാൻ. ഹാലലൂയ. ഹീസ് ഓൾവേസ് വില്ലിംഗ് ടു ഗിവ്. ഹാലലൂയ. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി തരാൻ ശക്തനാ. അപ്പൊ ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങയുടെ വിളി ആദ്യം എനിക്കൊന്ന് മനസ്സിലാവണം. ഹാലലൂയ. അത് പ്രകാരം എന്നെ നീങ്ങുവാൻ ഹാലലൂയ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഹാലലൂയ. അപ്പം അവിടെ തന്നെ നമുക്ക് നമ്മൾ വന്ന വാക്യം എഫേഷ്യൻസ് 4 അതെങ്ങനാ ചെയ്യുന്നതെന്നുള്ളത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാലലൂയ. വേഴ്സസ് 2 വായിക്കാമോ? 4 verses 2. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. Amen. Be completely humble and gentle. Be patient, bearing with one another in love. Hallelujah. ഈ സ്ക്രീന് എന്നെ സ്പോട്ട്ലൈറ്റ് ചെയ്ത് എനിക്ക് എല്ലാവരെയും കാണുന്ന പോലെ ഒന്നാക്കും, അല്ലെങ്കിൽ നല്ലതായിരുന്നു. ഇതിപ്പോ എന്റെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. ഇഫ് ഐ കുഡ് സീ പീപ്പിൾ ദെൻ ദാറ്റ് വുഡ് ബി ഗുഡ്. എനിക്ക് തോന്നുന്നു എന്റെ സ്ക്രീന് എനിക്ക് എന്നെ മാത്രമേ കാണുന്നുള്ളൂ. അതെന്തേലും സെറ്റിംഗ് ആണോ? മോളെ ഗ്യാലറിയിലാക്കും മോളെ. Gallery. Okay, sorry, I'm very not good with all this, but yeah, okay. അപ്പം ഹാലലൂയ. നമുക്ക് വിളിയുണ്ട്. ഹല്ലേലൂയ. ഹാലലൂയ. നമുക്ക് വിളിയുണ്ട്. പക്ഷെ ആ വിളി എങ്ങനെയാണ് നമ്മളത് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്? ബി കംപ്ലീറ്റ്ലി ഹംബിൾ ആൻഡ് ജെന്റിൽ. ഹാലലൂയ. നമുക്ക് ഭയങ്കര വിളിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മള് ഭയങ്കര ആൾക്കാരാന്നും പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. ബി ഹംബിൾ ആൻഡ് ജെന്റിൽ. ഹാലലൂയ. ബി പേഷ്യന്റ്, ബെയറിംഗ് വിത്ത് വൺ അനദർ ഇൻ ലവ്. ഹല്ലേലൂയ. സ്നേഹത്താൽ നമുക്ക് യോജിക്കാൻ പറ്റണം. എനിക്ക് വിളിയുണ്ട്, എനിക്ക് കൃപയുണ്ട്, എനിക്ക് കൃപാപരവും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് we cannot walk like that. Hallelujah. നമുക്ക് എല്ലാത്തിനും ഒരു കീഴ്പ്പെടുന്ന മനോഭാവം ഉണ്ടാവണം. Hallelujah. We have to bear with each other. Hallelujah. Hallelujah. അത് ഭയങ്കര അത്യാവശ്യമാണ്. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത അതാണ്. സ്നേഹം നമ്മൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തയൊക്കെ വരും. Hallelujah. നമ്മൾ നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുമല്ല, നമ്മൾ മറ്റുള്ളവരെ പറ്റിയുള്ള ഒരു ചിന്തയും തോന്നലൊക്കെ നമുക്ക് വരും. Hallelujah. അതുകൊണ്ട് നമ്മൾ താണു പോവുകയല്ല, കർത്താവ് ആ വെളിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. Hallelujah. But be very humble and gentle and patient. Hallelujah. Bearing with each other. Hallelujah. ഇങ്ങനെയാണ് നമ്മുടെ കോളിംഗ് ഫുൾഫിൽ ചെയ്യേണ്ടത്. Hallelujah. Hallelujah. So yeah. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ചേക്കുന്ന വിളി ഹല്ലേലൂയ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ എന്തിനാ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്? ഇഫ് യു സീൻ കോമൺ ഹല്ലേലൂയ ഓരോരുത്തരുടെ വിളി സെപ്പറേറ്റ് ആണ്, ശരിയാണ്. ബട്ട് ആസ് ബിലീവേഴ്സ് ടുഗദർ ദർ ഇസ് എ കോമൺ പർപ്പസ് ഫോർ വിച്ച് ഗോഡ് ഹസ് കോൾഡ് us. ഹല്ലേലൂയ. അതെന്താണ്? ഫസ്റ്റ് തിങ്, ഇഫ് യു റീഡ് 2 Timothy 1 verses 9, ചില വാക്യങ്ങളൊക്കെ എടുക്കുന്ന നമുക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയാണ്. വചനത്തിൽ തന്നെ ശക്തിയുണ്ട്. That's what I believe. That's why I make you read the verses. 2 Timothy 1 verses 9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. Okay, so God has called us for a holy living.
ഹല്ലേലൂയ. വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ആസ് ബിലീവേഴ്സ് വി ഹാവ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ് വി ആർ എ സെപ്പറേറ്റഡ് പീപ്പിൾ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പൈതങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, മമ്മി എനിക്ക് മാത്രം എന്താ ഇത് ചെയ്താൽ ഒക്കാത്തെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്താല്, എനിക്ക് മാത്രം എന്താ ഒരു സെപ്പറേഷൻ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് നമ്മളെ അങ്ങനെ വിളിച്ചേക്കുന്നത്, ടു ബി യുണീക്ക്, ടു ബി എ സെപ്പറേറ്റഡ് പീപ്പിൾ. ആ കർത്താവിന്റെ വിശുദ്ധിയോട് ചേർന്ന് നടക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് അതിനോട് യോജിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ ഏത് രാജ്യത്തിലും കടന്നു പോട്ടെ, ഇറ്റ് മൈറ്റ് ബി ഇന്ത്യ, ഇറ്റ് മൈറ്റ് ബി ഓസ്ട്രേലിയ, ഇറ്റ് മൈറ്റ് ബി അമേരിക്ക, ഇറ്റ് മൈറ്റ് ബി എനിവേർ. പക്ഷെ കർത്താവിന്റെ ഹല്ലേലൂയ ഒരു യൂണീക്ക് ഇതേ ഉള്ളൂ. ഹല്ലേലൂയ. ബൈബിൾ എല്ലാവർക്കും ഒരേപോലെ സെയിം അല്ലേ? നമ്മൾ ഓസ്ട്രേലിയ കടന്നു പോയാലും UK കടന്നു പോയാലും എല്ലാ രാജ്യങ്ങൾക്കും ഹല്ലേലൂയ ഒറ്റ ഒരു സിംഗിൾ ബൈബിളേ ഉള്ളൂ. ഇതിന്റെ പ്രമാണങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആ. അത് ലോകത്തിന്റെ ഏത് അറ്റത്ത് പോയാലും കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്ന എന്തിനാ? ടു ലിവ് എ ഹോളി ലൈഫ്. ഹല്ലേലൂയ. അത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഹല്ലേലൂയ. നമ്മൾ എവിടെ കടന്നു പോയാലും യു കനോട്ട് ടെൽ എ എക്സ്ക്യൂസ്. ഹല്ലേലൂയ. ഞാൻ ഈ രാജ്യത്തായോണ്ട് ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. യു കനോട്ട് ടെൽ ദാറ്റ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എവിടെ ആക്കിയാലും അവിടെ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. യു കനോട്ട് ടെൽ ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. നിന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയും. യു കനോട്ട് ടെൽ ദാറ്റ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഒരു സെപ്പറേറ്റ് ജനറേഷൻ ആയിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ഭക്ഷണത്തിൽ നിന്ന തലമുറ നമ്മൾ എല്ലാവരും പറയാറുണ്ട് അല്ലേ? പണ്ടത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഹല്ലേലൂയ. ഇപ്പോഴത്തെ പൈതങ്ങൾ പറയുന്നത് കേൾക്കത്തില്ല, അവരനുസരിക്കത്തില്ല. പക്ഷെ കർത്താവിന്റെ വചനം നമ്മൾ പറയുന്നത് നമ്മുടെ ഓൺ ജനറേഷനിൽ തന്നെ ഹല്ലേലൂയ കർത്താവിന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. കർത്താവിന് ഇതൊന്നും ഒരു വിഷയമല്ല. ഈ ജനറേഷനാണോ, ആ ജനറേഷനാണോ, ഓൾഡർ ജനറേഷനാണോ, യങ്ങർ ഇതൊന്നും കർത്താവിന് വിഷയമല്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും കർത്താവിന്റെ ആത്മാവിനെ കർത്താവ് പകരും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മളെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ. We have to pray a price for holiness. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ വെറുതെ നമ്മളെ കൊണ്ട് കഴിയത്തില്ല അല്ലെ? വലിയൊരു വില നമ്മൾ മുടക്കിയേ പറ്റത്തുള്ളൂ. അത് എവിടെ ആയിക്കോട്ടെ. ഹല്ലേലൂയ. ഇറ്റ് മൈറ്റ് ബി ഇൻ യുവർ വർക്ക് പ്ലേസ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓസ്ട്രേലിയയിലൊക്കെ ഒരു കൾച്ചർ ഉണ്ട്. ഹല്ലേലൂയ. They will call for parties. ഭയങ്കര എന്താ പറയുന്നത്, even a small thing they make it a big celebration. അതിനു വേണ്ടി പോവാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓണം സെലിബ്രേഷൻ ഉണ്ട്. ഭയങ്കര ഓണം അടുത്ത് വരുന്നല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ഇൻ സെപ്റ്റംബർ. ഹല്ലേലൂയ. ചിലര് പറയും ഓണം സെലിബ്രേഷൻ ഹല്ലേലൂയ ഓണ സാരിയൊക്കെ കൊടുത്ത്. പക്ഷേ ബട്ട് ഗോഡ് വിൽ ആസ്ക് യു, ഈ ഓണ സെലിബ്രേഷൻ ആണോ ഞാൻ നിന്നെ വിളിച്ചത്? I didn't mean to tell all this, but God is telling me to tell these things. Hallelujah. Hallelujah. ഓണം സെലിബ്രേഷന് കൂടെ നീ ഡാൻസ് കളിക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. Hallelujah. You are a separate people. Hallelujah. നിന്റെ ഐഡന്റിറ്റി എവിടെ പോയാലും Hallelujah, it should stand out. You should be able to say, I am not going with the crowd. ഞാൻ ഈ ക്രൗഡിന്റെ കൂടെ പോകാനല്ല കർത്താവിനെ വിളിച്ചേക്കുന്നത്. ആ ഒരു ഉത്തമ Hallelujah ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ nothing can stop us. ഓ കർത്താവ് പറ്റിയുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്നും പോയി കുരുങ്ങി പോകാൻ ഒക്കത്തില്ല. Some people might tell hallelujah ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങ് പോയതാണെന്ന്. കർത്താവിന്റെ hallelujah മന്ദിരമാണ് നീ. If you are a chosen people, നീ ആ വിശുദ്ധിക്ക് വേണ്ടി നിന്നേ മതിയാകുള്ളൂ. കർത്താവിനുള്ള സ്നേഹം നിന്നിൽ കൂടുമ്പോൾ നീ പലതും നീ ഒഴിവാക്കേണ്ടി വരും. You might take hallelujah, you have to tell no to some of your friends. നിന്റെ hallelujah ഫ്രണ്ട്ഷിപ്പിനോട് ചിലപ്പോൾ നോ പറയേണ്ടി വരും. പക്ഷെ നിനക്ക് കർത്താവാണോ വലുത്, നിന്റെ ഫ്രണ്ട്സ് ആണോ വലുത്? അതാണ് വിശുദ്ധി. ഹല്ലേലൂയ. You have to pay a price for holiness. Holiness ഒരിക്കലും hallelujah it always stands out. Hallelujah. Hallelujah. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ എനിക്കൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാ കർത്താവ് എന്നെ വിളിച്ചേക്കുന്നത്. കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയാ കർത്താവ് എന്നെ വിളിച്ചേക്കുന്നത്. Hallelujah. Hallelujah. നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് പറയണേ, കർത്താവേ ആ വിശുദ്ധിയിൽ എന്നെ നയിക്കണമേ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, but we always hallelujah ഓരോ ദിവസവും പ്രാർത്ഥിക്കുക, കർത്താവേ ആ വിശുദ്ധിയിലേക്ക്, അങ്ങയുടെ വിശുദ്ധിയിലേക്ക് എന്നെ ഒന്ന് hallelujah ഒന്ന് കൂട്ടി യോജിപ്പിക്കണമേ. hallelujah കർത്താവ് അവിശുദ്ധ hallelujah ഓ അൺഹോളിനെസ്സിന് കർത്താവ് വസിക്കുന്നില്ല. നമ്മളെ മന്ദിരങ്ങൾ അൺഹോളി ആയി കഴിഞ്ഞാൽ കർത്താവിന് വസിക്കാൻ കഴിയത്തില്ല.
ഹല്ലേലൂയ. നമ്മൾ പറയണം, കർത്താവേ, എന്നിൽ വിശുദ്ധി കുറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ മടങ്ങി വരുന്നു. എന്നെ വിളിച്ചേക്കുന്ന വിളി ഹല്ലേലൂയ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാനാ, ടു സ്റ്റാൻഡ് ഔട്ട് ഫോർ ഹോളിനെസ്സിന് വേണ്ടിയാ. ഹല്ലേലൂയ. ലോകം എങ്ങനെ നടന്നോട്ടെ, അത് എന്റെ വിഷയമല്ല. ഞാനും എന്റെ കർത്താവായിട്ടുള്ള ബന്ധമാപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൂമിയുടെ ഏത് അറ്റത്ത് പോയാലും you can never tell a reason. Oh, hallelujah. You have to say, Karthave, njan available. I will stand a holy life. I will pay the price for holiness. Hallelujah. Adana a common really, hallelujah, to live a life of holiness. Second thing, hallelujah, we are called to declare the praises of God. Hallelujah. If you turn with me to 1 Peter 2 verses 9 and 10. 1 Peter 2 in the 9 and 10. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. Amen. But you are a chosen people, a royal priesthood, a holy nation, God's special possession, that you may declare the praises of him who called you out of darkness into the wonderful light. ഇരുട്ടി കടന്ന നമ്മളെ, അന്ധകാരത്തിൽ കടന്ന നമ്മളെ ഹല്ലേലൂയ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയ കർത്താവിന്റെ ആ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തുതികൾ എപ്പോഴും നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കണം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കർത്താവിന്റെ സ്തുതികൾ നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കണം. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കർത്താവിന്റെ സ്തുതികൾ നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. When we take care of our kids, കർത്താവിന്റെ സ്തുതികൾ എപ്പോഴും നമ്മുടെ നാവിന്റെ മേൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയമില്ലെന്ന് ആരും പറയില്ല. ഹല്ലേലൂയ. We live in a time where people say, എനിക്ക് സമയമില്ല, എനിക്കൊന്ന് ഇരിക്കാൻ സമയമില്ല, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഓ, നീ അത് പറയില്ല, നീ അത് പറയില്ല. ഹല്ലേലൂയ. All are given the same time, but hallelujah, it is you who decide how you utilize your time. എങ്ങനെ നിന്റെ സമയം ഉപയോഗിക്കുന്നത് നീയാ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ജോലി ഒരു ഭാരമായിട്ട് ഇരിക്കുന്നതെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ഹല്ലേലൂയ ഈ ജോലിയിൽ എനിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തെ എനിക്ക് നിർത്തുവാൻ കഴിയുന്നില്ല, എനിക്ക് സമയം ലഭിക്കുന്നില്ല. ഞാൻ ഹല്ലേലൂയ ഒരു അവേഴ്സ് കട്ട് ഡൗൺ ചെയ്താലും എനിക്ക് കർത്താവിന്റെ കൂടെ ഇരിക്കണമെന്ന് വില കൊടുക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ജോലിയാ നിനക്ക് സമയം, നിന്റെ സമയം കവർന്നെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, കുറച്ചുള്ള ജോലി എനിക്ക് മതി. How many people are able to say that? എനിക്കും കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ഹല്ലേലൂയ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത, എന്റെ സമയം കവർന്നുകൊണ്ട് പോകുന്ന ഏത് മേഖലയാണോ, ഞാൻ ഇന്ന് പറയുന്നു, ഹല്ലേലൂയ, I am going to overcome it. എന്റെ സമയം ഞാനാണ് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. It is you who decide what you have to do. ഞാൻ പലപ്പോഴും എൻ്റെ മമ്മിയോട് പറയാറുണ്ട്, ഹല്ലേലൂയ മമ്മി, എനിക്ക് 24 മണിക്കൂർ പോരാ, എനിക്കൊരു 32 മണിക്കൂർ കിട്ടിയാൽ കൊള്ളാമല്ലോ ഒരു ദിവസം. ഹല്ലേലൂയ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ക്ഷീണമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ഡ്യൂട്ടി പോലും മാറ്റും, നമ്മുടെ സമയങ്ങളെ മാറ്റും. കർത്താവിന്റെ കൂടെ ഇരിക്കാനുള്ള സമയങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരും. ഡു യു ബിലീവ് ദാറ്റ്? ഹല്ലേലൂയ. 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 നിനക്ക് ആ വാഞ്ച ഉള്ളിലുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ അത് കത്തി കയറുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് അതിനുള്ള സാഹചര്യങ്ങളെ നിനക്ക് വേണ്ടി ഒരുക്കി തരും. Do you believe that? Hallelujah. Adana, hallelujah. We are called to declare the praises of God. കർത്താവിന്റെ സ്തുതി എപ്പോഴും നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കണം. Hallelujah. Hallelujah. നമ്മൾ എവിടെയെങ്കിലും മൗനമായി പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും സ്തുതിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കർത്താവിനോട് പറയണം, എന്റെ പ്രയാസങ്ങൾ അല്ലപ്പച്ച, അതെല്ലാം ഞാൻ മാറ്റിവെക്കുന്ന. ഓ, ആന്റി പറഞ്ഞതുപോലെ എപ്പോഴും സ്തുതിക്കാൻ, എപ്പോഴും സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. Hallelujah. പൗലോസ് സീലാസ് കാലാഗ്രഹത്തിൽ കടന്നപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ബന്ധനത്തിൽ കടന്നപ്പോൾ, ഹല്ലേലൂയ, അവരെ ആർത്ത് പാടി സ്തുതിച്ചപ്പോൾ, ഹല്ലേലൂയ. ഓ, ചിലതവണ സംഭവിച്ച, നോർമലായിട്ട് നടക്കാത്ത ചിലതവണ സംഭവിച്ച, അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഓ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഓ, ഇറ്റ് മൈറ്റ് ബി എ Zoom platform, ബട്ട് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ you have to respond to it. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് റെസ്പോണ്ട് ചെയ്യാം. കർത്താവേ, എവിടെയെങ്കിലും ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുന്നെന്ന് കർത്താവിനോട് പറയണം.
Hallelujah. We are called to declare the praises of him. അടുത്തതായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്ന വിളി എന്താണ്? Hallelujah. Mark 16 verses 15 വായിക്കുമ്പോൾ spread the gospel. Hallelujah. To all people. Hallelujah. സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. To spread the true gospel. യഥാർത്ഥ hallelujah മായമില്ലാത്ത സുവിശേഷം മറ്റുള്ളവർക്ക് പകരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. Hallelujah. Hallelujah. It might be any situation. പക്ഷെ നമ്മൾ പോകുന്നിടത്തെല്ലാം ഒരു സാക്ഷിയായി നിൽക്കണം. നമ്മൾ അതിനു വേണ്ടിയാ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ നയിച്ചേക്കുന്നത് കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കാനാണ്. To be a testimony, to be a living testimony in God's presence. Hallelujah. 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 ഈ അനുഭവം ഇല്ലാത്തവര്, ഈ സന്തോഷം ഇല്ലാത്തവര്, ഈ സമാധാനം അനുഭവിക്കാത്ത അനേകര് നമ്മുടെ ചുറ്റും കിടക്കുമ്പോൾ നമ്മൾ പറയണം, കർത്താവേ എന്നെ അയക്കണമേ, ചില ഭവനങ്ങളിലേക്ക് എന്നെ അയക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവ വചനമായിട്ട് എന്നെ അയക്കണമേ, വിശ്വാസമായിട്ട് എന്നെ അയക്കണമേ. ചില വീടുകളിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ ഹല്ലേലൂയ ചില വിടുതലോടെ നടക്കപ്പെടണം. എന്നെ ഒരു അത്ഭുതമാക്കി തീർക്കണമേ കർത്താവ്, എന്നെ ഒരു അത്ഭുതമാക്കി തീർക്കണമേ, ഒരു ലിവിംഗ് ടെസ്റ്റിമണി ആയിട്ട് എന്നെ തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാങ്കിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. Hallelujah. We are called to spread the true gospel of Jesus. കർത്താവിന്റെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട്. Hallelujah. കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തു മരിച്ചു. If you don't have anything to tell about Jesus, just tell these three things. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഇന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് പറയാൻ പറ്റുമെങ്കിൽ അതാണ് വലിയ സുവിശേഷം. Hallelujah. You might be thinking, ഞാൻ എന്താണ് കർത്താവിനെ പറ്റി പറയുന്നത്, എനിക്ക് പറയാനുള്ള കഴിവില്ലല്ലോ, ഇത്രയും പറയാൻ നിനക്ക് പറ്റുമോ? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. He gave himself on the cross of Calvary. Hallelujah. ഇന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് പറയുവാൻ, ആ സത്യ സുവിശേഷം പറയുവാൻ, Hallelujah, മടി കൂടാതെ ലജ്ജ കൂടാതെ ചിലവരിലേക്ക് പകരുവാൻ. Hallelujah. അതിനാണ് കർത്താവ് നമ്മളെ കണ്ടേക്കുന്നത്. Hallelujah. Hallelujah. To tell the praises of God, to spread his gospel throughout. Hallelujah. അടുത്തതായിട്ട് നമ്മളെ വിളിച്ചേക്കുന്നത് എന്തിനാണ്? Matthew 6 verses 34 and 33 and 34. Matthew 6:33 and 34. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അത്ര മതി. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവരെ കർത്താവിന് വേണം. ഹല്ലേലൂയ. അതോടുകൂടെ സകലതും കർത്താവ് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? എത്ര പേര് അത് രുചിച്ചറിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവര്, ഹല്ലേലൂയ, അവര് ചിലത് പ്രാർത്ഥിക്കാതെ തന്നെ അവരുടെ ജീവിതത്തെ വിടുതലുകൾ നടക്കപ്പെടും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവനെ. ഹല്ലേലൂയ. Some people might tell you are mad for God, but it's okay. ചിലര് പറയുമായിരിക്കും, നിനക്ക് ഇത്ര ഭ്രാന്താണോ കർത്താവിനെ പറ്റി പറയാനും കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ, നിനക്ക് എന്താ ഇത്ര ഭ്രാന്തെന്ന് ചിലവര് പറയും. But never mind about it. It is between you and God. നീയും കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നിന്റെ ഫാമിലിക്ക് പോലും ചിലപ്പോ മനസ്സിലാവത്തില്ല നിന്നുള്ള എരിവെന്തെന്ന്. ചിലവര് വിചാരിക്കുന്നത് ഭ്രാന്താണോ എന്ന്. ഇത് ഭ്രാന്തല്ല, ഇത് കർത്താവിന് വേണ്ടിയുള്ള ഒരു എന്തോസിയാസമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടുകാർ പോലും ചിലപ്പോ അനങ്ങിച്ചെന്ന് വരത്തില്ല. ഹല്ലേലൂയ. അവര് ചിലപ്പോ വിചാരിക്കും, ഇത് എന്താണ്, ഇവൾ എന്താണ് ഈ വ്യാപരിക്കുന്നത്? ഹല്ലേലൂയ. പക്ഷെ നീ പറയണം, എന്റെ കർത്താവിന്റെ ആത്മാവായി വസിക്കുന്നത് ഞാൻ ജീവനുള്ള ഒരു മന്ദിരമാണ്. കർത്താവിനെ ക്യാരി ചെയ്യുന്ന ഒരു ശരീരമാണ്. Hallelujah. Hallelujah. അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. Live a life worthy of the calling. ഞാൻ ഫസ്റ്റ് പോയിന്റ് നിൽക്കുന്നേ ഉള്ളൂ, എനിക്ക് 8 പോയിന്റ്സ് ഉണ്ട്. Hallelujah. Let's go forward. Hallelujah. രണ്ടാമത്തേതായിട്ട്, if you read Ephesians 4 and verses 3, മൂന്നാമത്തെ വാക്യം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. വായിച്ചോ 3, 4 and 5. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ.
Amen. Live in the unity of the Spirit. Hallelujah. Through the bond of peace. Hallelujah. Make every effort. Hallelujah. To live in the unity of the Spirit. ഒരാത്മാവേ ഉള്ളൂ, ഒരു ഹാലലൂയ കർത്താവേ ഉള്ളൂ, ഒരു സ്പിരിറ്റേ ഉള്ളൂ. ഹാലലൂയ. ആത്മാവിന്റെ ഐക്യത വെളിപ്പെടുമ്പോഴാണ് ദൈവിക പ്രവർത്തികൾ നടക്കപ്പെടുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നു? നമ്മൾ വിഘടിച്ച് നിന്നാൽ ദൈവിക പ്രവർത്തി നമുക്ക് കാണാൻ കഴിയത്തില്ല. ഹാലലൂയ. ഹാലലൂയ. Make every effort to live in the unity of the Spirit. എങ്ങനെയാണ്? Through the bond of peace. ഹാലലൂയ. ഐക്യത എന്ന് പറയുമ്പോൾ തന്നെ ഹാലലൂയ, ഹാലലൂയ, ഐക്യത എന്ന് പറയുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടല്ലേ? ഒരു ഐക്യത, ഒരു യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സമാധാനം വ്യാപരിക്കുന്നുണ്ട്. സമാധാനം ഇല്ലാത്തടത്ത് ഐക്യത വ്യാപരിക്കുവോ? ഇല്ല. ഹാലലൂയ, ഹാലലൂയ. എപ്പോഴും ഐക്യത, ആത്മാവിന്റെ ഐക്യത. when people are united together in the spirit, വലിയ ദൈവിക പ്രവൃത്തികൾ നടക്കും. ഹാലലൂയ. ഒറ്റ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട, ഹാലലൂയ, അവിടെ തന്നെ പറയുന്നുണ്ട്, there is only one body, one spirit, hallelujah, one hope, one Lord, one faith, one baptism. എല്ലാം ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു വേണ്ടി നമുക്ക് വിഘടിച്ച് നിൽക്കാൻ കഴിയത്തില്ല. We have to stand united in peace. ഹല്ലേലൂയ. ആത്മാവിലുള്ള ഐക്യതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സഭയിൽ വിഘടിച്ച് നിൽക്കുന്ന ശക്തികളുണ്ടപ്പാ. ഈ ദിവസങ്ങള് അതെല്ലാം മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തില് ഒറ്റ ആത്മാവേ ഉള്ളൂ, ഒറ്റ ആത്മാവേ ഉള്ളൂ, ഒറ്റ സത്യമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു കെട്ടായിട്ട് നിൽക്കുവാൻ കർത്താവേ ഹല്ലേലൂയ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. You have to pray for the peace in your church. സഭയിൽ ഹല്ലേലൂയ പ്രശ്നങ്ങൾ വരുമ്പോൾ പല അഭിപ്രായങ്ങൾ ഉള്ളവർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്, പ്രശ്നക്കാർ നമ്മുടെ ചർച്ചിനകത്തുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും പ്രയാസങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുന്ന ചിലവർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. കർത്താവ് ചിലപ്പോൾ അവരെ ആക്കി വെച്ചേക്കുന്നതായിരിക്കും. നിന്റെ പ്രാർത്ഥന കൂട്ടാൻ വേണ്ടിട്ട്, നിന്നെ ഹല്ലേലൂയ, നിന്നെ ഒന്ന് പണിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഹല്ലേലൂയ ഒരു എതിർ ശക്തി നിനക്കുള്ളത്. ഹല്ലേലൂയ. അവിടെ വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ ആത്മാവിലുള്ള ഐക്യത വെളിപ്പെടട്ടെ. കർത്താവേ ആത്മാവിലുള്ള ഐക്യത വെളിപ്പെടട്ടെ. Let us be united through the bond of peace എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരത്തില്ല, നമ്മൾ സമാധാനം കണ്ടെത്തുന്നവരാക്കി തീർക്കണം. ഹല്ലേലൂയ. പീസിനെ പറ്റി പറയുന്നത്, hallelujah, if you can read, hallelujah, Psalms 34 ന്റെ 14 ഒന്ന് പെട്ടെന്ന് വായിക്കാൻ പറ്റുമോ? Psalms 34 ന്റെ 14. Psalms 34. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. അമേൻ. സമാധാനം അന്വേഷിക്കുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഹല്ലേലൂയ. സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരത്തില്ല. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. We have to become peacemakers. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ പല പ്രൊവോക്കേഷനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ സമാധാനത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കണം. ഹല്ലേലൂയ. അതാണ് കറക്റ്റ് ആത്മാവ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഹല്ലേലൂയ സമാധാനം കെടുത്തുന്ന ആത്മാവല്ല, സമാധാനം കൊണ്ടുവരുന്ന ആത്മാവാണ്. It is the hallelujah, it is the spirit which gives peace. Hallelujah, hallelujah. കർത്താവിന്റെ ആത്മാവ് വസിക്കുന്നവര് അവരൊരിക്കലും വരക്കുന്ന പോകത്തില്ല കേട്ടോ. അവരൊരിക്കലും പാസ്റ്ററെ കുറ്റം പറയാൻ പോകത്തില്ല. അവരൊരിക്കലും ദൈവദാസന്മാരെ വേദനിപ്പിക്കാൻ പോകത്തില്ല. അവരുടെ മുറികളിൽ ഇരുന്ന് സമാധാനത്തിന് വേണ്ടി കരയും. അവര് സമാധാനം കണ്ടെത്തും. എങ്ങനെ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ പറ്റുമെന്ന് അവര് കണ്ടെത്തും. ഹല്ലേലൂയ. പലപ്പോഴും എരുതിക്കകത്ത് നമ്മൾ പിന്നെ കീഴാൻ നോക്കുന്നവരാ അല്ലേ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കർത്താവേ ആ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത് പലപ്പോഴും നമ്മുടെ ബിഹേവിയേഴ്സ് ആ പരിശുദ്ധാത്മാവിനോട് യോജിച്ചല്ല പോന്ന കേട്ടോ. നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ ഹല്ലേലൂയ കൈയടിച്ച് പാടുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മുടെ സ്വഭാവം അതുമായിട്ട് മാച്ച് ആവുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പറയണം, കർത്താവേ എന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തണമേ. ഞാൻ എന്നിലെ വസിക്കുന്നത് സമാധാനത്തിന്റെ ആത്മാവാണ്. ഞാൻ ഹല്ലേലൂയ പ്രയാസം ഉണ്ടാക്കുന്നവരായിട്ടല്ല, ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരട്ടെ. Blessed are the peace
peacemakers. They will be called children of God. Hallelujah. Matthew 5 പറയുന്നുണ്ട്. Oh hallelujah. Oh peace. Hallelujah. Oh peacemakers നെ കർത്താവ് children of God എന്നാ വിളിച്ചേക്കുന്നത്. Hallelujah. നമ്മൾ സന്തോഷം pursue ചെയ്യണം. നമ്മൾ സന്തോഷം കണ്ടെത്തണം. ഒരിക്കലും വരയ്ക്കുന്നിടത്ത് കർത്താവിന്റെ ആത്മാവ് അവിടെ വരത്തില്ല കേട്ടോ. നിന്റെ കൂടെ വരയ്ക്കണം പരിശുദ്ധാത്മാവ് വരത്തില്ല. പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ആത്മാവല്ല. ഹാലലൂയ. പരിശുദ്ധാത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ്. ഓ നമ്മളെ നേരായി നടത്തുന്ന ആത്മാവാണ്. ഹാലലൂയ. അപ്പൊ നിന്റെ ഹാലലൂയ വരക്ക് നടക്കുമ്പോൾ നീ ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് നീ ഗ്രൂപ്പ് ആക്കിക്കൊണ്ട് ദൈവദാസന് എതിരെ നിൽക്കുവല്ല. നീ പറയണം ഇതെനിക്ക് യോജിക്കുന്നതല്ല, ഞാൻ ഇതിന് ഇല്ല. നിന്റെ ചെവി അവിടെ പോവല്ല, നീ അത് സംസാരിക്കല്ല. Hallelujah. That is where you show your identity. Hallelujah. ഓ കൂട്ടത്തിന്റെ കൂടെ പോവാനല്ല, ഓ പറയുന്നത് എല്ലാം കേൾക്കുവാനല്ല. ഓ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ അത് പ്രോംപ്റ്റ് ചെയ്യും. നീ ചിലത് കേൾക്കണ്ടെന്ന് പറയും, നീ ചിലത് കാണണ്ടെന്ന് പറയും, നീ ചിലത് പറയണ്ടെന്ന് പറയും. Hallelujah. How many people believe that പരിശുദ്ധാത്മാവ് it is always hallelujah, it will just give you small hallelujah. ചെറിയ ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിൽ തരുന്നത്. നീ ചെയ്യണ്ടെന്ന് പറയുമ്പോൾ നീ അത് ചെയ്യാൻ പോയി കഴിഞ്ഞാ പിന്നെ പരിശുദ്ധാത്മാവ് നിന്റെ കൂടില്ല. നീ തന്നെ പിന്നെ നടക്കുന്നത്, നീ പിന്നെ കാണിച്ചു കൂട്ടുന്നത് നിന്റെ സ്വയത്തിലാണ്. പക്ഷെ ഇന്ന് പറ, കർത്താവേ എന്റെ സ്വയത്തിൽ എനിക്ക് ചാരണ്ട, എന്റെ കർത്താവേ ആ പരിശുദ്ധാത്മാവ് എന്റെ മേൽ പകരണമേ, സമാധാനത്തിന്റെ ആത്മാവിനെ നിറയ്ക്കണമെന്ന് പറയുക. Hallelujah. Hallelujah. That is my second thing. Unity of the Spirit through the bond of peace. Hallelujah. ഓ സമാധാനം ഉള്ളിടത്തെ ഐക്യതയുള്ളൂ കേട്ടോ. ഐക്യതയുള്ളൂ. ഐക്യതയ്ക്ക് വേണ്ടി നമ്മൾ ഹാലലൂയ പ്രാർത്ഥിക്കണം. എല്ലാ ചർച്ചസിനും ഉള്ള കുഴപ്പമാണ് ഐക്യതയില്ല. പല ഗ്രൂപ്പുകളായി സ്പ്ലിറ്റ് ആയി നിൽക്കുന്ന അവസ്ഥകളാണ്. ഓ ഹാലലൂയ. ദൈവദാസന്റെ വിഷന് ഓ കൂടെ ഹാലലൂയ യോജിച്ച് പോകാനൊക്കാത്ത ഒരു കൂട്ടരുണ്ട്. നമ്മൾ അവരുടെ കൂട്ടത്തിലല്ല. ഹാലലൂയ. ഒരു ദൈവദാസനെ കർത്താവ് ഒരു സഭയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മധ്യത്തിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ചെയ്തെടുക്കേണ്ട ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ അവരെ ഹാലലൂയ ഓ അവരുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നവരായിട്ടല്ല, ദൈവദാസന്റെ കൂടെ നിന്ന് ഐക്യതയോടെ ആത്മാവിന്റെ എരിവോടെ ചിലത് ചെയ്തെടുക്കുവാനാണ്. ഹാലലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ ആത്മാവിന്റെ ഐക്യത വെളിപ്പെടട്ടെ കർത്താവേ. ഹാലലൂയ. ത്രൂ ദ ബോണ്ട് ഓഫ് പീസ് ഓഫ് ഫാദർ. Hallelujah. അടുത്തായിട്ട് മൂന്നാമത്തേത് speaking the truth in love. Hallelujah. Ephesians 4 verses 15. 15ാമത്തെ വാക്യവും 16ാമത്തെ വാക്യോടെ വായിക്കാമോ? ശിശുക്കൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാനിടയാകും. ശരീരം യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യയിലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ആമേൻ. വളർച്ച പ്രാപിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൽ. Hallelujah. 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 Speaking the truth in love. Hallelujah. പലപ്പോഴും നമ്മൾ ചിലരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകും അല്ലെ? ഹാലലൂയ. പ്രായമുള്ളവർക്ക് ചില പൈതങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അത് ഭയങ്കര ദുരന്തമായി തീരും. ആ പൈതങ്ങളൊക്കെ ചിലപ്പോൾ പിന്മാറ്റത്തിൽ പോയി കളയും. ഹാലലൂയ. നമ്മൾ സ്നേഹത്തിലല്ല ചിലത് പറയുന്നത്, നമ്മള് ഭയങ്കര ഹാലലൂയ ആ ഭയങ്കര ഒരു ഗ്രഡ്ജോടൊക്കെ ആയിരിക്കും പറയുന്ന ചില കാര്യങ്ങള് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആ സ്നേഹത്തിലല്ല നമ്മൾ ചിലത് ചെയ്തെടുക്കുന്നത്. അത് ഭയങ്കര പ്രയാസത്തിലേക്ക് കണ്ടുപോകും. ഹല്ലേലൂയ. There are children, hallelujah, in different countries. ഓ പലരും പറയുന്നത് കേട്ട് മുറിവ് പെട്ട് ഹല്ലേലൂയ അവർക്ക് ചർച്ചിൽ പോലും വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കറക്റ്റ് ചെയ്യുമ്പം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്നേഹത്തിൽ പറയും. ഹല്ലേലൂയ. ആ സ്നേഹത്തിലായിരിക്കും നമ്മളെ ഓരോരുത്തരെയും ബിൽഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എല്ലാ കാര്യവും നമുക്ക് സ്നേഹത്തിലേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആ സ്നേഹം ഹല്ലേലൂയ നമ്മൾ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ദൈവ സ്നേഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ 1 കൊരിന്ത്യൻസിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. സ്നേഹത്തെ പറ്റി ഒരു ഭയങ്കര പട്ടിക പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. 1 Corinthians 13 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യം. ഹല്ലേലൂയ. I will just turn hallelujah 1 Corinthians 13. ഹല്ലേലൂയ. അതിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ആ ഫസ്റ്റ് വാക്യം ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് വാക്യം. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട്
സകല ഉം, മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ ഉം, നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും ഉം. സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ആമേൻ. സ്നേഹമില്ലെങ്കിൽ ഞാൻ വെറും വട്ടപൂജ്യമാണ്. ഹാലലൂയ. ഹാലലൂയ, കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, പ്രവചനം പറയുന്നുണ്ട്, പല കൃപാവരങ്ങളുണ്ട്, ദൈവിക ജ്ഞാനം എന്നിലുണ്ട്. പക്ഷെ സ്നേഹമില്ല. സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെയാണ്. ഹാലലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഞാൻ വെറും ഹാലലൂയ റിസൗണ്ടിങ് ഗോങ് ഒരു ഹാലലൂയ ക്ലാങ്ങിങ് സിമ്പിൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ ഈ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബാൻഡിലൊക്കെ കണ്ടിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ ഒരു ശബ്ദം ചെയ്ത് അതിന്റെ പാട്ടിന് പോലെ ഹാലലൂയ ഇങ്ങനെ ഒരു ശബ്ദം വരും, പിന്നെ തീർന്നു എന്ന് പറഞ്ഞ കൂട്ടാ നമ്മുടെ പ്രവചനം എല്ലാം വെറുതെ വട്ടപ്പൂജയായി തീരും. അതുകൊണ്ട് പറയണ കർത്താവേ, ആ ദൈവ സ്നേഹത്തില് നമ്മൾ കറക്റ്റ് ചെയ്താലും നമ്മൾ സംസാരിച്ചാലും എല്ലാം ദൈവ സ്നേഹത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയണം. ഹല്ലേലൂയ. സ്നേഹത്തെ പറ്റി വലിയൊരു പട്ടിക പറഞ്ഞിട്ടുണ്ട്. അത് കോപിക്കുന്നില്ല. അത് ഇറ്റ് വിൽ നെവർ കീപ് എ റെക്കോർഡ് ഓഫ് റോങ്സ്. ഹല്ലേലൂയ. അതേപോലെ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കാറുണ്ട്. സ്നേഹം ഒരിക്കലും എന്നോട് തെറ്റ് ചെയ്തവർ ഇതൊക്കെയാണ് അവരുടെ ലിസ്റ്റ് ഒക്കെ നമ്മൾ എടുത്തു വെച്ച് ഏതേലും സന്ദർഭം വരുമ്പോ അവരെ ഒരു കുത്തൊക്കെ ഇട്ട് കൊടുക്കും നമ്മളല്ലേ. ഹല്ലേലൂയ. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ സ്നേഹത്തിന് ഇതൊന്നും അടക്കി വെക്കാൻ കഴിയത്തില്ല. അവരത് വിട്ടു മറന്ന് ക്ഷമിച്ചു പോയി. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനോഭാവം നമ്മൾ ഉണ്ടാവണം. ഹല്ലേലൂയ. നമ്മുടെ ഫെലോ ബീയിങ്സിനെ എല്ലാം നമ്മൾ സ്നേഹത്തില് സ്നേഹത്തോടെ കാണാൻ പറ്റണം. ആ അഗാപ്പെ സ്നേഹം നമ്മൾ വെളിപ്പെട്ട് വരണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നമ്മുടെ പ്രാർത്ഥന വിഷയമൊക്കെ കുറച്ചൊന്ന് ട്വിസ്റ്റും ടേണും ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. എപ്പോഴും വിസയുടെ കാര്യവും എപ്പോഴും പൈസയുടെ കാര്യവും എപ്പോഴും ഹല്ലേലൂയ തലമുറകളുടെ കാര്യമൊക്കെ വിട്ടിട്ട് നമ്മൾ ഇച്ചിരി ഇങ്ങോട്ടോടൊക്കെ ഡീവിയേറ്റ് ചെയ്യണം. കർത്താവെ, ആ സ്നേഹം എന്നിലൊന്ന് വർദ്ധിപ്പിക്കണേ. ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവെ, സ്നേഹം വർദ്ധിച്ചു വരട്ടെ. എന്നിൽ കർത്താവിനുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. ആ ട്രസ്റ്റ് എന്നിലൊന്ന് വർദ്ധിക്കട്ടെ. ഐക്യത എന്നിലൊന്ന് വർദ്ധിക്കട്ടെ. അങ്ങനെയൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം കേട്ടോ. കർത്താവ് നമ്മളെ അതിനാൽ നിറയ്ക്കും. ഹല്ലേലൂയ. നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവെ, സ്നേഹം എന്നിൽ വർദ്ധിക്കുക. സ്നേഹത്തിൽ ചെയ്യുവാൻ, സ്നേഹത്തിൽ കാണുവാൻ, സ്നേഹത്തിൽ ഓരോന്ന് ചെയ്യുവാൻ ഉള്ള കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ തേർഡ് പോയിന്റ്. when we come to the fourth one, നാലാമത്തെ പോയിന്റ് എഫേഷ്യൻസ് 4 verses ഹല്ലേലൂയ 22, 23, 24 വായിച്ചോ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. Amen. Put off your old self and be, hallelujah, and put on a new self. നമ്മൾ സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ ഭയങ്കര എരിവാണല്ലോ. ഒരു പാപം ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഇതിങ്ങനെ പ്രിക്ക് ചെയ്യും അല്ലെ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ അതെല്ലാം തേഞ്ഞ് പോയി. ഇപ്പൊ എത്ര ചെയ്താലും നമുക്കിപ്പോ ഒന്നും തോന്നാത്ത അവസ്ഥയായി മാറിയേക്കുക. ഹല്ലേലൂയ. നമ്മൾ പറയണം കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ, I am going to put my old self away. എന്റെ പാപ സ്വഭാവങ്ങള്, എന്നെ പിന്തുടരുന്ന ചില അഡിക്ഷൻസ് ആയിരിക്കും. എന്നെ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അഡിക്ഷൻസ് ഉണ്ടല്ലേ. നമ്മൾ വിചാരിക്കും നമ്മുടെ തലമുറയ്ക്ക് മാത്രമേ ഉള്ള അഡിക്ഷൻ. അല്ല, നമുക്കും ചിലപ്പോൾ അഡിക്ഷൻ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഫോണിന്റെ അഡിക്ഷൻ ആയിരിക്കും. നമുക്ക് കൂടുതൽ സമയം നമ്മൾ ഫോണിലിരിക്കുമായിരിക്കും. കർത്താവിന്റെ സന്നിധി പോയി ഇരിക്കുന്നതിന് പകരം ഹല്ലേലൂയ കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ കണ്ട് ഹല്ലേലൂയ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു അഡിക്ഷൻ ആണ്. ഹല്ലേലൂയ. എത്ര പേര് അതിനോട് യോജിക്കുന്നു? ഇതൊക്കെ അഡിക്ഷൻ ആണോ? ഒന്ന് കൈപൊക്കാമോ? ഹല്ലേലൂയ. ഇതൊക്കെ ഒരു അഡിക്ഷൻ ആണ്. നമ്മൾ കൂടുതൽ സമയം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ അതൊരു അഡിക്ഷൻ തന്നെയാണ്. ഞാനൊരു അഡിക്ഷൻ ആയിട്ട് അത് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത് നമ്മുടെ ഒരു അഡിക്ഷൻ തന്നെയാണ്. എത്ര പേര് യോജിക്കും? നമ്മൾ കൂടുതൽ എന്തിന് ടൈം സ്പെൻഡ് ചെയ്യുന്നോ ദാറ്റ് ഇസ് എ അഡിക്ഷൻ. ഹല്ലേലൂയ. വലിയ അഡിക്ഷൻ ഒന്നും ചിന്തിച്ചോണ്ടിരിക്കണ്ട. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ കൊല്ലം ചെയ്യുന്നില്ല, കുറ്റം ചെയ്യുന്നില്ല, അതൊന്നും അല്ല. നീ കർത്താവിന്റെ സമയം എവിടെയേറ്റോളം മാറി കൊടുത്തു കഴിഞ്ഞാൽ അത് നിന്റെ അഡിക്ഷൻ തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് പറയണേ, കർത്താവേ, ഈ സോഷ്യൽ മീഡിയ അതിജീവിക്കാനുള്ള ഒരു ശക്തി എനിക്ക് വേണം അപ്പാ. ഈ ഫേസ്ബുക്കിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി വേണം. ഈ യൂട്യൂബിന്റെ വീഡിയോസ് ഒന്ന് കുറയ്ക്കാനുള്ള കൃപ എനിക്ക് വേണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങാമോ? ഹല്ലേലൂയ. യു മൈറ്റ് ബി തിങ്കിങ്, ഇതൊരു വിയേർഡ് സാധനമാണല്ലോ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നേക്കുന്നതെന്നല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിയേർഡ് അല്ല. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, അപ്പ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് വേർപിടി
പിടിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട, എന്നെ മാറ്റി നിർത്തുന്ന ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെയുള്ള സമയം കവർന്നെടുക്കുന്ന എല്ലാ അഡിക്ഷൻസിനെ ഞാൻ മാറ്റിവെക്കുന്നെന്ന് പറയണം. ഹാലലൂയ. പുട്ട് ഓഫ് യുവർ ഓൾഡ് സെൽഫ്. പുതിയൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഉണ്ടാവണം. ഹാലലൂയ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറണം. അവിടെ തന്നെ ചില കുഴപ്പങ്ങളുണ്ടല്ലേ. ഹാലലൂയ. To be made new in the attitude of your minds and put on the new self created to be like God. പുതിയ സെൽഫിനെ ധരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവിനെ പോലെ ആകാനായിരിക്കും നമ്മുടെ തീഷ്ണത എല്ലാം. കർത്താവിനോട് കൂടുതൽ അടുക്കാൻ എന്തൊക്കെ ഞാൻ ചെയ്യണം? ഹാലലൂയ. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷനാ ചെയ്യേണ്ടത്? അതായിരിക്കും നമ്മുടെ ചിന്ത. പിന്നെ ഹാലലൂയ. ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് മലയാളത്തിലൂടെ വായിക്കാമോ? 4:24, 4:24. ഹാലലൂയ. ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആമേൻ. ഹാലലൂയ. ആ രൂപത്താൽ, ടു ദ ലൈക്നെസ് ഓഫ് ഗോഡ്, ക്രിസ്തുവിന്റെ ആ ലൈക്നെസ്സിലേക്ക് നമ്മൾ കടന്നു വരും. ഹാലലൂയ. കർത്താവിനെ കൂടുതലായി അറിയുന്തോറും പലതും നമ്മളെ ഇങ്ങനെ വിടും. ഹാലലൂയ. പലതും നമ്മളെ വിടും. എന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഹാലലൂയ. നിങ്ങൾ വിചാരിക്കും ഹാലലൂയ ഈ പറയുന്ന ഒരു അഡിക്ഷൻ ഇല്ല. ഞാൻ എന്റെ അഡിക്ഷന്റെ കാര്യം പറയാം. ഐ വാസ് വെരി ക്രേസി അബൌട്ട് ക്ലോത്ത്സ് എന്ന് വെച്ചാല് ഡ്രസ്സ് വാങ്ങാൻ ഭയങ്കര ക്രേസ് ആണ് എനിക്ക്. ഹാലലൂയ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഹാലലൂയ, എന്റെ പൈസ കൂടുതൽ പോകുന്നത് എന്റെ ക്ലോത്ത്സിലാണ്. ഹാലലൂയ. അത് അനാവശ്യമായ ക്ലോത്ത്സ് എന്നല്ല, ആവശ്യത്തിനുള്ളത്. പക്ഷെ അതിനോടുള്ള ഒരു മോഹം, ക്ലോത്ത്സിനോടുള്ള, പുതിയ കളക്ഷൻ വരുമ്പോ പുതിയ ക്ലോത്ത്സ് മേടിക്കണം, അതിനോടുള്ള ഒരു മോഹം. ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി, കർത്താവേ, ഈ ക്ലോത്ത്സുമായിട്ടുള്ള ബന്ധം എനിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഹല്ലേലൂയ. എനിക്ക് ഈ വർഷം ഞാൻ ഒരു തീരുമാനം എടുക്കുവാൻ, ഞാൻ ഇനിയും എനിക്കുള്ളതൊക്കെ മതി, എനിക്ക് ആവശ്യത്തിന് ക്ലോത്ത്സ് ഉണ്ട്, ഇനി ഞാൻ ഒരു ക്ലോത്ത്സ് ഈ വർഷം ഞാൻ മേടിക്കുന്നില്ല. ഇതെനിക്കൊരു റെസൊല്യൂഷൻ ആയിട്ട് ഞാൻ എടുത്തു. ഹല്ലേലൂയ. നാട്ടിൽ പോയപ്പോ പാരന്റ്സ് ഒക്കെ പറഞ്ഞു, ഓ എന്റെ മോളെ നീ എപ്പോഴും ഓർഡർ ചെയ്യുന്നതാണല്ലോ, ചുടിദാറൊക്കെ ഓർഡർ ചെയ്യുന്നല്ലേ, ഈ പ്രാവശ്യം കൊണ്ടുവരണോ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് വേണ്ട, ഈ വർഷം ഞാൻ ക്ലോത്ത്സ് മേടിക്കുന്നില്ല. ഞാൻ നോ പറഞ്ഞേക്കുവാണ് ക്ലോത്ത്സിനോട്. എനിക്ക് അതിനോടുള്ള മോഹം ഞാൻ തന്നെ പ്രൂവ് ചെയ്യണം എനിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. ആരങ്ങനത്തെ ഡിസിഷൻ എടുക്കും? ഞാൻ അതിനെ ഹല്ലേലൂയ ഞാൻ കാണിക്കും, എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോഴാണ് ശത്രു നമ്മളെ വിട്ടുപോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ അതിനായിട്ട് അമ്മാനവാടിയാൽ ഒരിക്കലും ശത്രു നമ്മളെ വിട്ടുപോകത്തില്ല. നമ്മൾ ചിലത് സ്റ്റാൻഡായിട്ട് നിന്ന് പറയണം, എനിക്ക് ഇത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അത് ഉപേക്ഷിച്ചു, ഇന്ന് ഞാൻ തന്നെ എടുത്തിടുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ആർക്കൊക്കെ പറയാൻ കഴിയും? കർത്താവേ, ഞാൻ ചിലത് ഉപേക്ഷിച്ചതാ, ഞാൻ ഇനി ചിലത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, അത് ഒരിക്കലും ഇനി ഞാൻ ഹല്ലേലൂയ എടുത്തിടുകയില്ല, ഞാനത് ചെയ്യത്തില്ല. Hallelujah. That is the strong conviction. Hallelujah. നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുത്തേക്കുന്നേ? കർത്താവിനെ നമ്മൾ ധരിക്കാൻ തുടങ്ങുമ്പോ ഇല്ലേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറും. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ സ്കെഡ്യൂൾസ് ഒക്കെ കുറച്ച് മാറ്റം വരും കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങളൊക്കെ കുറച്ചൊന്ന് മാറും. ഹല്ലേലൂയ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് പൊളിയും. But it doesn't matter. പക്ഷേ കർത്താവ് ഒരുവൻ മതി. ആ സാമീപ്യം ഭയങ്കരമാണ് കേട്ടോ. ആ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ, ആ കർത്താവിന്റെ കൂടുള്ള വാസം നമ്മൾ തുടങ്ങുമ്പോൾ, ഇറ്റ് ഈസ് ടോട്ടലി എ ന്യൂ ബിഗിനിങ്. ഒരു പുതിയ ജീവിതമാണ്. അപ്പോഴാണ് നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എപ്പോഴും ആനന്ദിക്കാൻ കഴിയുന്നത് അപ്പോഴാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് ഇന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പറയും, കർത്താവേ, എന്നെ മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്, എന്നെ മുറുകെ പറ്റുന്ന ചില അഡിക്ഷൻസ് ഉണ്ട്. കർത്താവേ, ഞാൻ ഇന്ന് അതിന് നോ പറയുന്നു. ചില ചിന്തകളായിരിക്കാം, ചില ഗ്രഡ്ജ് ആയിരിക്കാം, ചില ഗോസപ്പ് ആയിരിക്കാം, ചില ജലസി ഫീലിംഗ്സ് ആയിരിക്കാം. കർത്താവിനോട് പറയണം, ഞാൻ എന്റെ സമയം ഇതിനൊന്നും ഞാൻ കവറുകയില്ല. അങ്ങേയുമായിട്ടുള്ള ബന്ധത്തിന് ഇതിനൊന്നും എന്നെ കുലുക്കാൻ കഴിയുകയില്ല. Hallelujah. നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ആകും കേട്ടോ. We will become a totally new life, a new self. Hallelujah. അതാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. Don't go with the flow, go against the flow. Hallelujah. Hallelujah. ഒരിക്കലിന്റെ കൂടെ നീ പോവാനല്ല, അതിനെതിരെ പോവാൻ എക്സ്ട്രാ എഫേർട്ട് വേണം കേട്ടോ. അതിന്റെ എതിരെ നീന്താൻ എക്സ്ട്രാ എഫേർട്ട് വേണം, എക്സ്ട്രാ ഡെഡിക്കേഷൻ വേണം. പക്ഷെ നീ പറയണം, കർത്താവ് എനിക്ക് കൃപ മതിയപ്പാ, അങ്ങനെ കൃപ മതി, അങ്ങനെ കൃപ എനിക്ക് മതി.
ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രയാസങ്ങളെ കണ്ട് പ്രയാസം മാറാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവേ, അങ്ങയുടെ കൃപ എനിക്ക് മതിയപ്പാ. ഓ, ഏത് പ്രയാസത്തിൽ കടന്നു പോയാലും അങ്ങയുടെ കൃപ എനിക്ക് മതി, അങ്ങയുടെ ഗ്രേസ് എനിക്ക് മതി. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവേ, അങ്ങയുടെ കൃപ എനിക്ക് വേണം, അതിജീവിക്കാനുള്ള ശക്തി എനിക്ക് വേണം. ഓ ഹല്ലേലൂയ. കർത്താവ് ഗ്രേസ് ഫ്രീലി നമുക്ക് തന്നേക്കുവാണ്. പക്ഷെ ഡോണ്ട് മിസ്യൂസ് ദാറ്റ് ഫ്രീഡം. ഓ, ആ കൃപ വെറുതെ നഷ്ടപ്പെടുത്തി കളയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങനെ കൃപ എന്റെ മേൽ പകർന്നു കർത്താവേ. ഒരു പുതിയ ആറ്റിറ്റ്യൂഡുള്ള ജീവിതം, ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ എനിക്ക് വേണോ അപ്പാ. ഇങ്ങനെ പോയാൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒരു പുതിയ ജീവിതം വേണമെന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് നമ്മളെ നിറയ്ക്കും. നമ്മളെ വചനം കേട്ട് 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 നമ്മൾ മുരടിച്ചു പോവുകയല്ല. വചനത്തിൽ നമ്മൾ ബലപ്പെടണം, വചനത്തിൽ നമ്മൾ ശക്തിപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്നതിലല്ല, നമ്മൾ പ്രവർത്തിക്കുന്നതില കാര്യമിരിക്കുന്നത്. നമ്മളെല്ലാം കേട്ട് ഗ്രഹിച്ച് ബുക്കിൽ തട്ട് എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ എവിടൊക്കെ മാറ്റം വരുത്തണമോ, we have to start bringing that change into our lives. Hallelujah, hallelujah. കർത്താവ് നമുക്ക് കൃപ തരും കേട്ടോ. ധാരാളമായ കൃപ കർത്താവ് നമ്മുടെ മേൽ പകരും. Hallelujah. That was my fourth point. Hallelujah. Put off your old self. Have the same attitude of Christ Jesus. ക്രിസ്തുവിന്റെ അതേ ഭാവം, അതേ ഭാവം. Hallelujah. നമ്മുടെ മാതൃക കർത്താവ് തന്നെ അല്ലേ? Hallelujah, hallelujah, hallelujah. If you read verses 5 verses 1, 5 വായിക്കാമോ? Ephesians 5 verses 1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഓക്കെ, ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ ആരുടെ എക്സാമ്പിൾ എടുക്കാൻ പോലും കേട്ടോ. മനുഷ്യനെല്ലാം പരിമിതികളും ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മുടെ നല്ല മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. പാപമില്ലാത്തവന്, ഒരു കുറ്റവും ചെയ്യാത്തവന്. ഹല്ലേലൂയ. എല്ലാത്തിനും നമ്മൾ കർത്താവിനെ മുറുകെ പിടിക്കണം. കർത്താവായിരിക്കും നമ്മുടെ എക്സാമ്പിള്. നമ്മൾ മനുഷ്യൻ നോക്കി ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വീഴ്ച സംഭവിക്കും. നമ്മൾ പറയണ, കർത്താവെ, അങ്ങാണ് എന്റെ മാതൃക. ഐ ലുക്ക് ഓൺ ടു യു. എന്റെ ദൃഷ്ടി അങ്ങിൽ ഞാൻ പതിക്കുന്ന അപ്പച്ചാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. ഇഫ് യു കം ടു ഹല്ലേലൂയ, അടുത്തതായിട്ട് 26 4 verses 26 വായിച്ചോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ. അടുത്ത വാക്യോടെ. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കൊടുക്കരുത്. In your anger do not sin. Do not let the sun go down while you are still angry, and do not give the devil a foothold. അടുത്ത നമ്മൾ ഡീൽ ചെയ്യേണ്ട വിഷയം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കോപം. ഹല്ലേലൂയ. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവ് എന്റെ കോപം എന്നിന്നൊന്ന് മാറ്റണമേ. ഹല്ലേലൂയ. പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവം. ഓ, പെട്ടെന്ന് ചിലത് പറയുമ്പോൾ നമുക്ക് ദഹിക്കാതെ വരുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞില്ലേ നമുക്കൊരു സമാധാനം ആവത്തില്ല അല്ലേ? ഹല്ലേലൂയ. പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും. ഓ, ചിലതിനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പറഞ്ഞില്ല നമുക്ക് സമാധാനം വരത്തില്ല. പെട്ടെന്നുള്ളൊരു കോപത്തിൽ നമ്മൾ ചിലത് പറഞ്ഞു പോകും. ഹല്ലേലൂയ. പക്ഷെ അതെന്താണ് ചെയ്യുന്നത്? സാത്താൻ അതൊരു ഫുട് ഹോൾഡ് ആയിട്ട് പിടിച്ചേക്കുവാണ്. നമ്മുടെ ആങ്കറിൽ കയറി ശത്രു പിടിക്കും. ഹല്ലേലൂയ. നമ്മുടെ കോപത്തിൽ കയറി ശത്രു ചിലത് പിടിക്കും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ കോപത്തെ അടക്കുവാനുള്ള ഒരു കൃപ. ഹല്ലേലൂയ. ആ കൃപ ആർക്ക് വേണം? കോപത്തെ അടക്കുവാനുള്ള ഒരു കൃപ. ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. ഭയങ്കര ഫിയേഴ്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ചിലപ്പോൾ നമ്മൾ ചിലതൊക്കെ പറഞ്ഞു പോവും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, പെട്ടെന്ന് കോപിക്കുവാൻ എന്നെ അനുവദിക്കല്ലേ അപ്പച്ചാ. ഹല്ലേലൂയ. നമ്മൾ ചില വാക്കൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ? ഹല്ലേലൂയ. കോപത്തിൽ നമ്മൾ ചിലതൊക്കെ പറയും, നീ അങ്ങനാ ഇങ്ങനാ ആന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ ലെവൽസ് ഇത് കുറയുമ്പോൾ നമുക്ക് പിന്നെ, ഓ കർത്താവേ, എന്തിനാ ഞാനത് പറഞ്ഞെന്നായി പോവും അല്ലെ? അങ്ങനെ കയറി വരുന്ന ഡോപ്പമിൻ ലെവൽസ് ഉണ്ട്. അത് കഴിഞ്ഞൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സമാധാനമാണ്. പിന്നെ ഇച്ചൂടെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ, ഞാൻ എന്താണ് ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, അതിന് ഇട വരുത്തല്ലേ അപ്പാ. ഹല്ലേലൂയ. കോപം. ഹല്ലേലൂയ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മീ അപ്പച്ചാ. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം അപ്പാ. ഒന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞില്ല എനിക്ക് സമാധാനം
സമാധാനം വരാത്ത ഈ സ്വഭാവം എന്നിന്ന് മാറ്റിക്കളയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് എന്റെ അടുത്ത തിങ്. ഹല്ലേലൂയ. If you can read Proverbs 15 verses 1. Proverbs 15:1 പെട്ടെന്ന് ആർക്കെങ്കിലും വായിക്കാമോ? Proverbs 15:1. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. Gentle answer turns away wrath. മൃദുവായ ഒരു ഉത്തരം കോപത്തെ ഇതാക്കുന്നു. ഹല്ലേലൂയ. But a harsh word stirs up anger. ഒരു ഭർത്താവ് കോപിക്കുമ്പം നമ്മളോട് കോപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വഷളാവത്തേ ഉള്ളൂ. ഒരാൾ താണ് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ, ഒരാളൊന്ന് തോറ്റുപോയാൽ കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ ആ തോക്കുന്ന പക്ഷത്തെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ തോറ്റത് നമ്മൾ ചിന്തിച്ചാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരു കോപത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, എന്റെ കാര്യം പറയാം, ഹസ്ബൻഡ് എന്തെങ്കിലും പറയുമ്പോ എനിക്കൊന്നും പറഞ്ഞില്ല, എനിക്ക് സമാധാനം വരത്തില്ല. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ ഇതാ ഡീൽ ചെയ്തത്. എന്റെ കോപത്തെ എനിക്കൊന്ന് അടക്കണം അപ്പാ. ഒന്ന് പറയുമ്പോൾ ഒന്ന് പറയാതിരിക്കാനുള്ള ഒരു കൃപ എനിക്ക് വേണം. ഇത് നമ്മൾ ഡീൽ ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെ ശത്രു ഇത് നമ്മളിൽ മുതലെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജെന്റിൽ ആൻസർ ആ കോപത്തെ ശമിപ്പിക്കും. അതേസമയം നമ്മൾ ചൂടായിട്ട് ഒന്നുകൂടെ പറയുമ്പോൾ അതിനെ പിന്നെ കട്ടിയാക്കുവാണ്. ഹല്ലേലൂയ. We are going to be peacemakers. We are going to be people who does not stir up anger but who puts them down. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലില്ലേ, ഇപ്പൊ ഒരു കോപത്തിൽ ഒരാൾ വന്നൊന്ന് പറയുമ്പോൾ നമ്മള് ഒന്നും അനങ്ങാതിരിക്കുമ്പോ അവരൊന്ന് ചോദിക്കും, എന്താ പറ്റി നിനക്ക് എന്താണ് സംഭവിച്ചേ, അല്ലെ? പെട്ടെന്ന് അവര് എക്സ്പെക്ട് ചെയ്യുന്ന റിയാക്ഷൻ അല്ലേ വരുന്നത്. അപ്പൊ അവര് വിചാരിക്കും എന്തോ പറ്റിയവക്ക്, അല്ലെ? ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഹല്ലേലൂയ. ഹസ്ബൻഡ് ഭയങ്കര കോപത്തോടെ വരുമ്പോ പിടിച്ചു നിൽക്കണം. എന്നിട്ട് യു ഹാവ് ടു ബി ലൈക്ക്, ഇല്ല ഞാൻ ഒന്നും പറയത്തില്ല. നമ്മളൊന്ന് ചിരിച്ചു കാണിച്ച് അവര് വിചാരിക്കും എന്തോ പറ്റി ഇവക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൾ എന്തുവാ സംഭവിച്ചത്, ഇവൾ ഇങ്ങനെ അല്ലല്ലോ, എന്തോ പറ്റി ഓൾ ഓഫ് എ സഡൻ അവര് തന്നെ അങ്ങ് എന്തോ പോലെ ആയിപ്പോ. ഹല്ലേലൂയ. വി ഹാവ് ടു ട്രൈ ദിസ് ഔട്ട്. ഹല്ലേലൂയ. കോപം കയറിച്ചു വരുമ്പോ പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒന്നും പറയത്തില്ല, ഞാൻ മിണ്ടാതിരിക്കും, ഞാൻ മിണ്ടായിട്ട് ദൈവം എന്നറിയും. ഹല്ലേലൂയ. We have to deal with this anger. ഹല്ലേലൂയ. anger, ഹല്ലേലൂയ, ഡെവിലിന്റെ ഒരു ഫുഡ് സ്റ്റൂൾ ആണ്. അതിലെ എടുത്ത് ശത്രു മുതലാക്കും. അതിനോട് നമ്മൾ പറയണം, no, I'm not gonna be the stirrer of the hallelujah anger. I'm gonna be the gentle answerer. Hallelujah, hallelujah. അടുത്തായിട്ട് പെട്ടെന്ന് പോട്ടെ. അടുത്തായിട്ട് നമുക്ക് വായിക്കാം. If you come down 4 verses 29 ഒന്ന് വായിക്കാമോ? കേൾക്കുന്നവന് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആമേൻ. ആത്മാവിൽ നടക്കുന്നവന്റെ മെച്ചുവറായിട്ട് നടക്കുന്ന ക്രിസ്ത്യന്റെ അടുത്ത ഗുണമാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. അനാവശ്യമായിട്ട് ഒരു വാക്കും അവന്റെ വായിന്ന് വരല്ല. ഹല്ലേലൂയ. Do not let any unwholesome talk come out of your mouth, but only which is helping to build others. കുറ്റം പറയാൻ നമുക്ക് ഒരാൾ പറയുമ്പോ അതിന്റെ കൂട്ടത്തിൽ കയറ്റി പിടിക്കാൻ നമുക്ക് ഭയങ്കര ആവേശമാണ്, അല്ലെ? ഹല്ലേലൂയ. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ഒന്ന് എരിവാക്കി കൊടുക്കാൻ ഭയങ്കര ആവേശമാണ് നമുക്ക്. നമ്മൾ പറയണേ, എന്റെ നാവിന് അത് വരത്തില്ല. ഹല്ലേലൂയ. എനിക്ക് തന്നെ കുറവുണ്ട്, ഞാൻ എന്തിനാ മറ്റുള്ളവനെ വിധിക്കുന്നത്, അവനെ പറ്റി ഞാൻ ആരാ പറയാന്? നമ്മൾ പറയണം. ഹല്ലേലൂയ. നമ്മൾ ഇതൊക്കെ ഡീൽ ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമ്മളിലുള്ള നോർമൽ ഹ്യൂമൻ ടെൻഡൻസീസാ. ഇതിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്തേ പറ്റത്തുള്ളൂ. ആത്മാവിൽ നമ്മൾ ഇതൊക്കെ ഡീൽ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണ്ടാത്ത ഒരു വാക്ക് നമ്മുടെ വായിന്ന് വരല്ല. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ വസിക്കുന്ന വരാണെങ്കിൽ, നമ്മൾ മെച്ചുവർഡ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ വാക്കുകൾ നമ്മൾ അളന്ന് തൂക്കി പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതമല്ലാത്ത ഒരു വാക്ക് വേണ്ട വായിന്ന് വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ താങ്ങുന്നതായി തീരണം നമ്മുടെ വാക്കുകൾ. മറ്റുള്ളവരെ താക്കുന്നതല്ല, മറ്റുള്ളവരെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഡൗൺ ട്രോഡ് ചെയ്യുന്നതല്ല, മറ്റുള്ളവരെ താങ്ങുന്നത്, എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ, മറ്റുള്ളവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ, ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന വാക്കുകൾ, ഒരു നല്ലത് ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അതിനുള്ള കുറവ് കണ്ടുപിടിച്ച് പറയുവല്ല, നീ നല്ലതായിട്ട് ചെയ്ത് മോനെ, നമുക്ക് ഒന്നും പോത്തില്ല സഹോദരന്മാരെ. ഹല്ലേലൂയ. ഒരു നല്ല പ്രോഗ്രാം കാണുമ്പോൾ നമുക്കൊരു നല്ല വാക്ക് പറയാൻ കഴിയുന്നതിന് പകരം പലപ്പോഴും നമ്മൾ പറയുന്നത്, ഇതൊരു കുഴപ്പമായിട്ട് തോന്നി കേട്ടോ, ഇതിങ്ങനെ ഒരു സംഭവം ആയി. ഹല്ലേലൂയ. അത് നമ്മുടെ ഒരു നോർമൽ ടെൻഡൻസി
ടെൻഡൻസിയാണ്. എന്താണ് കുറവ് അത് പറയാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നല്ലത് എന്താ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയണം, കർത്താവേ ഞാൻ ഒരു പുതിയ ജീവിതമാണ് ഇന്നോട്ട് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്റെ വാക്കുകള് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതല്ലപ്പാ. എന്റെ വാക്കുകൾ മറ്റുള്ളവരെ താങ്ങുന്നതായി തീരട്ടെ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതായി തീരട്ടെ, മറ്റുള്ളവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുന്നതായി തീരട്ടെ. ഹല്ലേലൂയ. വാക്കുകളുടെ കാര്യം പറയുമ്പോൾ if you read 5:4 പെട്ടെന്ന് വായിക്കാമോ? എന്റെ സമയം മുന്നോട്ട് പോന്നു. അങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചങ്ങ് വിടും അല്ലേ? പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടാത്തൊക്കെ വിട്ടിട്ട് നമ്മൾ നല്ലത് മാത്രം എടുക്കും. നമ്മള് ഹല്ലേലൂയ ബൈബിൾ വായിക്കുമ്പോ ഇങ്ങനെയാ ചെയ്യാറുള്ളത്. ഏറ്റവും നല്ലത് എന്താ അത് മാത്രം, നമുക്ക് യോജിച്ചു പോകുന്ന എന്താ അത് മാത്രം നമ്മൾ എടുക്കും. പക്ഷേ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് എടുക്കണം കേട്ടോ. എന്നിട്ട് ഹല്ലേലൂയ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ജോക്കിങ്, ഇതൊക്കെ ഹല്ലേലൂയ ക്ഷണികമാകട്ടോ. ഹല്ലേലൂയ. വേണ്ടാത്ത കളിയിൽ നീ പോല്ല, വേണ്ടാത്ത വാക്കുകൾ നീ സംസാരിക്കല്ല, വേണ്ടാത്ത ജോക്സ് നിനക്ക് വേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. This is where you show your identity. ഹല്ലേലൂയ. നീ ഒരു വ്യത്യസ്തതയുള്ളവനാണ്. എല്ലാ വാക്കിന്റെ കൂടെ നീ കയറി പിടിക്കാൻ നിൽക്കല്ല. You are a different person. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത ഒരു വാക്കും മറ്റുള്ളവരെ താക്കുന്ന ഒരു വാക്കും എന്റെ നാവിന്ന് വരല്ലേ അപ്പച്ചാ. എനിക്കത് വേണ്ട കർത്താവേ. നല്ല വാക്കുകളായി തീരട്ടെ കർത്താവേ. ചിലർ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഭയങ്കര പോസിറ്റീവ് എനർജി ആണെന്നല്ലേ? ഹല്ലേലൂയ. ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലര് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാ, എന്നാൽ ചിലര് സംസാരിക്കാൻ വരുന്ന കാണുമ്പോഴേ നമ്മൾ പറയാം എന്തോ പറയാൻ വേണ്ടിയാണെന്ന് അല്ലേ? നമ്മൾ മനസ്സിൽ പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ നമ്മൾ ആ നല്ല കൂട്ടത്തിലായി തീരട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായി തീരട്ടെ. നല്ല വാക്കുകൾ നമ്മുടെ വായിന്ന് വരട്ടെ. പൊട്ടച്ചുള്ള കളിവാക്ക് എല്ലാം നമ്മൾ ഇന്ന് മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറയണം, എന്റെ നാവ് അധികാരത്തിന്റെ നാവാണ്. ഹല്ലേലൂയ. നമ്മുടെ വായില് അധികാരം കർത്താവ് പകർന്നിട്ടുണ്ട്. നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യില്ല. നമ്മുടെ നാവ് കൊണ്ട് രണ്ടൂടെ ഒരുമിച്ച് പോകത്തില്ല കേട്ടോ. അന്യഭാഷയും അല്ലാത്ത ഭാഷയുടെ ഒരുമിച്ച് പോകത്തില്ല. എന്തോത്തിന് ഏതിനേലും ഒന്നിനു വേണ്ടി നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. ഈ വായും കൊണ്ട് അപ്പച്ച I will be different അപ്പച്ച. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും എന്നിൽ നിന്ന് വരല്ലേ. ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളോടാ സംസാരിക്കും, ഞാൻ എന്നോട് തന്നെ ആദ്യമായിട്ട് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് ഇത് ആഗ്രഹമുണ്ട്. ഞാൻ കർത്താവിനോട് പറയുന്ന കാര്യങ്ങളാ. കർത്താവേ ആവശ്യമില്ലാത്ത ഒന്നിലേക്കും എന്നെ അയക്കല്ലേ, ആവശ്യമില്ലാത്ത ഒരു കൂട്ടായ്മയിലേക്കും എനിക്ക് കടന്നു പോകണ്ട. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ പർട്ടിക്കുലർ ആവാൻ തുടങ്ങും. കർത്താവിന് ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ടാന്ന് പറയാൻ തുടങ്ങുന്ന ഒരു സന്ദർഭം വരും. അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത ഒരു മീറ്റിംഗിനും എനിക്ക് കൂടണ്ടെന്ന് പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ കർത്താവായിട്ട് കൂടുതലായിട്ട് ഹല്ലേലൂയ വസിക്കുന്തോറും നമ്മളുള്ള കുറവുകൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളെ കറക്റ്റ് ചെയ്യും. അത് നമ്മളെ ഹല്ലേലൂയ നമ്മളെ നശിപ്പിച്ച് കളയുവാനല്ല, നമ്മളെ ഒരു ഹല്ലേലൂയ ഇണങ്ങിയ പാത്രമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് പോട്ടെ. ഹല്ലേലൂയ. എന്റെ സമയം കഴിയുന്നു. ഹല്ലേലൂയ. അടുത്ത 5:15 വായിക്കാമോ? ഞാൻ വായിച്ച് പെട്ടെന്ന് പോവാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. വായിച്ചോ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ഓക്കെ. ഇതിൻ്റെ അകത്ത് ബി കെയർഫുൾ ഹൗ യു ലിവ്. ഹല്ലേലൂയ. അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. We should be wise in our decisions. We should be wise in the way we think. ഹല്ലേലൂയ. അജ്ഞാനികളായിട്ട് ആരെങ്കിലും പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നിന്നെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിന്നോട് സംസാരിക്കും. ചിലത് നിന്നോട് പറയും, ഡയറക്റ്റ് ആയിട്ട് പറയും. നീ പ്രവാചകന്മാരുടെ മുന്നേ പോയി നിൽക്കേണ്ട കാര്യമില്ല. നിന്നോട് കർത്താവ് സംസാരിക്കും. വചനത്തിൽ കൂടെ സംസാരിക്കും. ആൾക്കാരിൽ കൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ദൈവ ശബ്ദം നിന്റെ കാതിൽ കർത്താവ് കേൾപ്പിക്കും. വൈസായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ ജ്ഞാനികളായിട്ട് ജീവിക്കാനുള്ള കൃപ തരണമേ. അൺവൈസ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും എന്നിൽ നിന്ന് മാറിപ്പോട്ട് കർത്താവേ. ഹല്ലേലൂയ. അടുത്തതായിട്ട് മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാണ്? ഹല്ലേലൂയ. ഹൗ ഡു യു ലിവ് കെയർഫുള്ളി? ഫസ്റ്റ് വൺ, ബി വൈസ്, നോട്ട് ഹല്ലേലൂയ അൺവൈസ്. സെക്കൻഡ് വൺ, മേക്ക് ദ മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. ഹല്ലേലൂയ. ഇന്നത്തെ കൈയിട്ട് നാളെ ഞാൻ ഇത് ചെയ്യാന്നും പറഞ്ഞുകൊണ്ടിരുന്ന നാളെ
നീ ചത്തുപോയാൽ ആരും നിനക്ക് സമാധാനം പറയത്തില്ല. ഇന്ന് ചെയ്യണ്ട ഇന്ന് ചെയ്യണം നീ. ഹല്ലേലൂയ. ഇന്ന് തീരുമാനം എടുക്കണമെങ്കിൽ ഇന്ന് നീ തീരുമാനം എടുക്കണം. നാളത്തേക്ക് മാറ്റി വെക്കല്ല. The world is so much. Hallelujah. നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നാളെ എന്താ നമ്മുടെ മുന്നിലുള്ള നമുക്കറിയത്തില്ല. Hallelujah. But make it sure you make, hallelujah, use every opportunity. തരുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന ഓരോ ചെറിയ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ മാറി നിൽക്കില്ല. എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ലെന്ന് പറയല്ല. ചെറുതായിരിക്കും. നീ ചെറുത്തില്ല വിശ്വസനായി നിൽക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ കർത്താവ് നിന്നെ ഏൽപ്പിക്കുന്നത്. ആരൊക്കെ അത് വിശ്വസിക്കും? ഒരു ചെറിയൊരു കാര്യമായിരിക്കും നിന്നെ ഏൽപ്പിക്കുന്നത്. അതിന് നമ്മൾ നോ പറഞ്ഞ് മാറി നിന്നാൽ കർത്താവ് നിന്നെ വലിയ കാര്യം ഏൽപ്പിക്കത്തില്ല. Be, hallelujah, faithful in small things. Make use of every opportunity. നിന്റെ ചർച്ച ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങളും you should take it as something very serious. വെറും ഒരു കൂട്ടായ്മയായിട്ട് എടുക്കില്ല. കർത്താവേ, എനിക്കൊരു വ്യത്യാസം അനുഭവിക്കണം. ദൈവ സാന്നിധ്യം യഥാർത്ഥമായി എനിക്ക് രുചിച്ചറിയണമെന്ന് പറയണം. Make the most of every opportunity. ഒന്നും നീ പാഴാക്കി കളയില്ല. കർത്താവ് തന്ന ഓരോ സാഹചര്യങ്ങളും, hallelujah, you have to be ready for it. ഒരു വചനം പറയാൻ പറഞ്ഞാൽ അപ്പൊ നീ റെഡി ആയിരിക്കണം. വചനം നിന്റെ നാവിന്മേൽ വരണം. hallelujah. പാട്ട് പാടാൻ പറഞ്ഞാൽ hallelujah ഞാൻ പ്രിപ്പയർ അല്ലെന്ന് പറയില്ല. നീ പാട്ട് പാടണം. hallelujah. കർത്താവ് അത് ഏറ്റെടുക്കും. നീ hallelujah ചിലത് ചെയ്യാൻ പറഞ്ഞാൽ ഞാനിത് പ്രിപ്പയർ അല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കില്ല. You have to be prepared any time. കർത്താവ് കള്ളനെ പോലെ വരുന്നത്. നമുക്കറിയത്തില്ല ഏത് സമയം അറിയത്തില്ല, ഏത് നാഴിക അറിയത്തില്ല. എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. Hallelujah. Hallelujah. Be very careful how you live. Be wise and not unwise. Make the most of every opportunity and understand God's will. ആ വാക്യത്തിൽ പറയുന്ന ഇതെല്ലാം Hallelujah. ഞാൻ ഒന്നും എടുത്തുണ്ടാക്കി പറയുമല്ല. ആ വാക്യത്തിൽ 15 and 16 and 17 വായിച്ച പറയുന്ന വാക്യങ്ങളെല്ലാം പറയുന്നത് Hallelujah. Understanding God's will. കർത്താവിന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി ചലിക്കണം. Hallelujah. എന്തോത്തിനും ഏതിനും നമ്മൾ കയറി സ്റ്റെപ്പ് വെക്കുമല്ല. കർത്താവിന്റെ ഹിതം ചോദിച്ച കർത്താവ് ഇത് ഞാൻ ചെയ്യണമോ, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യണോ, ഇതിലേക്ക് ഞാൻ കടക്കണമോ എന്ന് കർത്താവിനോട് ഒരു വാക്ക് ചോദിക്കണം. കർത്താവ് നിന്നോട് സംസാരിക്കും. കർത്താവിന്റെ കൺഫർമേഷൻ ഇല്ലാതെ നീ ഒന്നിലും കാല് വെക്കല്ല. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, കർത്താവ് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഈ പ്രതിസന്ധി കൂടെ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തോ ആയി തീർന്നോന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. അത് വെളിപ്പെടുത്തണമേ. Don't find your own solutions to your problems. കർത്താവിന്റെ പാദാന്തിയിലോട്ട് ഇരിക്കണം. എന്നിട്ട് ചോദിക്കണം, കർത്താവ് ഇതിൽ കൂടെ അങ്ങ് എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ ഹിതം എന്താണ്? ചില പ്രയാസങ്ങൾ വരുമ്പോൾ we try to solve the problem, but God is asking us today, hallelujah, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഒരു വാക്ക് നീ എന്നോട് ചോദിച്ചോ? Have you asked me what I meant to do by doing this? Hallelujah. ഇത് സംഭവിക്കുന്ന മുഖാന്തരം അങ്ങ് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച എന്താണ് നീ ചോദിച്ചിട്ടുണ്ടോ? Hallelujah. പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിനോട് ഒരു മിനിറ്റ് ഇരുന്ന് ചോദിക്കണം, കർത്താവേ ഇതിൽ കൂടെ അങ്ങ് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതിന്റെ ഔട്ട്കം അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? Don't find solution to your own problem. Ask, sit in the feet of Jesus and ask him, what do you want me to learn from this? ഇതിൽ കൂടെ അങ്ങ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതിൽ കൂടെ ഞാൻ ആയി തീരുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കർത്താവേ? ഒരു പ്രയാസം വെറുതെ വരുന്നതല്ല കേട്ടോ. ചിലത് നമ്മളെ പണിയുവാൻ വേണ്ടിയാണ്, ചിലത് നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഏത് തന്നെ ആയിക്കോട്ടെ കർത്താവിനോട് ചോദിക്കണം, ഇത് എന്തോത്തിനാ അപ്പച്ച? എന്നെ ശുദ്ധീകരിക്കാനാണോ? എന്നോട് സംസാരിക്കാനാണോ? ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാനാണോ? അത് ഹല്ലേലൂയ പ്രയാസം എനിക്ക് വന്നു പോയത് നമ്മൾ ചോദിക്കണം. എല്ലാത്തിന്റെ സൊല്യൂഷൻ കർത്താവിന്റെ പാദപീഠമാണ്. Hallelujah. How many people believe that the problem for all the solution is to sit at the feet of Jesus? Hallelujah. 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 എന്റെ സമയം കഴിഞ്ഞു. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. Hallelujah. യേശുപ്പച്ച, അടിയനെ തന്നെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവേ, അടിയൻ ഒന്നുമില്ല അപ്പച്ച, ഇത് പറയാനുള്ള യോഗ്യതയില്ല. പക്ഷെ എന്റെ നാവിനെ Hallelujah അങ്ങ് തന്ന ആലോചന മടി കൂടാതെ ലജ്ജ കൂടാതെ അങ്ങ് Hallelujah അങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കർത്താവേ, എന്നെ പണിയണമേ, എന്നുള്ള കോപം മാറ്റണമേ,
എന്നിലുള്ള ചിന്തകളെ മാറ്റണമേ. വേണ്ടാത്ത ഒന്നിലും അപ്പ ഞാൻ കൈയിടുവാൻ എന്നെ അനുവദിക്കില്ലേ. കർത്താവേ, മെച്ചുവർ ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിക്കാനുള്ള കൃപ തരണമേ. ആ ക്രിസ്ത്യൻ യാത്ര ഓ ഹല്ലേലൂയ, ഞങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നിടം വരെ ഹല്ലേലൂയ കാത്തു പാലിക്കേണ്ടത് ചിലത് കാത്തു പാലിക്കുവാൻ, കർത്താവേ ചിലതിനെ സൂക്ഷിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. Give us that identity, oh Father. The nation we are in doesn't matter. The place we are in doesn't matter for you. Hallelujah. ഒരു ഒരുക്കമുള്ള ഒരു ഹൃദയം മതിയല്ലോ അപ്പാ. അങ്ങനെ കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Let us be a new hallelujah being അപ്പച്ചാ. ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറട്ടെ, ഞങ്ങളുടെ ചിന്തകൾ മാറട്ടെ, ഞങ്ങളുടെ വിചാരങ്ങൾ മാറട്ടെ. നാളെ പറ്റിയുള്ള ചിന്തകൾ മാറ്റിയിട്ട് ദൈവ രാജ്യത്തെ പറ്റിയുള്ള എരിവ് ഞങ്ങൾ വർദ്ധിച്ചു വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ നന്ദി പറയുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു ആന്റി.